ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഫ്രം ദി സീ അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഇതെങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ അഥവാ താപനിലയെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചിത്രം കണ്ടോ, ഇതേപോലത്തെ ചിത്രം ചിലപ്പോൾ എക്സാമിന് തരും, അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ തരും. കണ്ടോ, എ എന്ന് പറയുന്ന സ്ഥലം കണ്ടോ, എന്താ കടലിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ബി എന്ന് കണ്ടോ, നമ്മുടെ കടലിൽ നിന്ന് ഒരുപാട് ദൂരെയായിട്ട് ഇന്റീരിയർ അഥവാ കരന്റെ ഉൾഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ടെമ്പറേച്ചർ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടോ ഗോവയും സ്ഥലവും തരും, ഡൽഹിയും തരും. ഗോവയോ നമ്മൾ കോഴിക്കോട് ഏതെങ്കിലും സ്ഥലം, ആലപ്പുഴ നമ്മൾ ഈ കടൽ തീരത്തുള്ള ഏതെങ്കിലും സ്ഥലവും തരും, നമ്മുടെ ഡൽഹി ഇന്റീരിയറിലുള്ള ഒരു സ്ഥലവും തരും. എന്നിട്ട് അവിടുത്തെ വ്യത്യാസം ടെമ്പറേച്ചറിലെ വ്യത്യാസത്തിനെ പറ്റി ചോദിക്കും. അപ്പോൾ എങ്ങനെ എഴുതി കൊടുക്കാം? The wind blowing from the land to sea and vice versa help to moderate the temperature experienced along the coastal areas. ഇത് കോസ്റ്റൽ ഏരിയാസിലുള്ള ഈ കോസ്റ്റൽ ഏരിയാസിനെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടാനോ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറയാനോ ആരും സമ്മതിക്കില്ല, നമ്മളെ കടൽ സമ്മതിക്കില്ല. കാരണം എന്താ, കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് കൂടുന്ന സമയത്ത് കടലിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും, കുറയുമ്പോൾ തിരിച്ച് കടലിലേക്ക് കാറ്റ് വീശും. അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചറിന് മോഡറേറ്റ് ചെയ്യാൻ ആര് സഹായിക്കും? നമ്മുടെ കടൽ സഹായിക്കും. അത് കടലിൻ്റെ കോസ്റ്റൽ റീജിയൻസിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ടെമ്പറേച്ചറിന് മോഡറേറ്റ് ടെമ്പറേച്ചർ ആക്കി ഒരു മിതമായ താപനില നിലനിർത്താൻ വേണ്ടി ആര് സഹായിക്കുന്നു? കടൽ സഹായിക്കും. പക്ഷേ നമ്മുടെ ഈ ബി കണ്ടോ, നമ്മുടെ ഡൽഹി അങ്ങനത്തെ സെൻറ്ററിലേക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് നല്ലോണം ടെമ്പറേച്ചർ കൂടും. ഓക്കെ, കുറയുന്ന സമയത്ത് നീ നല്ലോണം കുറയുകയും ചെയ്യും. അതാണ് അവിടുത്തെ വ്യത്യാസം. അപ്പോൾ എന്തായിരിക്കും കോസ്റ്റൽ റീജിയൻസിൻ്റെ അടുത്ത്, അതായത് സമുദ്രനിരപ്പിൽ അകലം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമുദ്രത്തിൽ എന്താണ് അകലം കുറവാണെങ്കിൽ, തീരത്തിന് അടുത്താണെങ്കിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ മിതമായ താപനില ആയിരിക്കും. പക്ഷേ കടലിൽ നിന്നും അകലം കൂടുന്തോറും, ഡിസ്റ്റൻസ് കൂടുന്തോറും ചെയ്യും എക്സ്ട്രീം ടെമ്പറേച്ചർ കുറയുമ്പോൾ നല്ലോണം കുറയുകയും ചെയ്യും, ടെമ്പറേച്ചർ കൂടുമ്പോൾ നല്ലോണം കൂടുകയും ചെയ്യും. കാരണം അവിടെ മോഡറേറ്റ് ചെയ്യാൻ ആരില്ല, കടലിൻ്റെ പ്രസൻസ് ഇല്ലാത്തതിനാൽ. ഓക്കെയാണ്. അടുത്തത് സമുദ്ര ജലപ്രവാഹങ്ങൾ അഥവാ ഓഷ്യൻ കറൻസ്. ഓഷ്യൻ കറൻസിൽ രണ്ട് കാര്യങ്ങൾ നോക്കണം, വാം കറൻസും കോൾഡ് കറൻറ്റും. എന്താ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, നമ്മൾ കടലിൽ വെള്ളത്തിന് എന്തുണ്ടാവും, ഓരോ ഏരിയാസിനനുസരിച്ച് ആ വെള്ളത്തിന് ചൂടും തണുപ്പൊക്കെ ഉണ്ടാവും. ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാം, ചൂടുവെള്ളമാണെങ്കിൽ അവിടെ ചൂടുവെള്ളം വരുന്ന സ്ഥലത്തേക്ക് എന്താവും, അവിടെ ചൂട് ക്ലൈമറ്റ് വരും. തണുത്ത വെള്ളം പോകുന്ന സ്ഥലത്ത് എന്താവും, തണുത്ത ക്ലൈമറ്റ് വരും. ആ ഒരൊറ്റ കാര്യം എന്തുള്ളൂ, സമുദ്ര ജലപ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഓഷ്യൻ കറൻസിലുള്ളൂ. ഓഷ്യൻ കറൻസ് രണ്ട് ടൈപ്പ് ഉണ്ടാവും, കോൾഡ് കറണ്ടും ഉണ്ടാവും, വാം കറണ്ടും. ഉഷ്ണജലപ്രവാഹവും ശീതജലപ്രവാഹവും, തണുപ്പുള്ളതും ചൂടുള്ളതും. തണുപ്പുള്ളത് പോയി കഴിഞ്ഞാൽ അവിടെ തണുപ്പാവും. സോ നോർമൽ ലോജിക്കല്ലേ, കോൾഡ് ഏരിയാസിൽ കോൾഡ് വാം കറണ്ടാണ് പോകുന്നതെങ്കിൽ ആ പോകുന്ന ഏരിയാസിലൊക്കെ കോൾഡ് വരും. വാം കറണ്ടാണ് പോകുന്നതെങ്കിൽ എന്താവും, ആ റീജിയൻസിൽ എന്ത് വരും, വാം അല്ലെങ്കിൽ ഹോട്ടായിട്ട് മാറും. അത്രേ ഉള്ളൂ എന്ത് നമ്മുടെ ഈ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതൊക്കെ താപനില, അവയുടെ കടന്നു പോകുന്ന ഉഷ്ണജല പ്രവാഹങ്ങൾ അഥവാ വാം കറണ്ടും ശീതജല പ്രവാഹങ്ങൾ അഥവാ കോൾഡ് കറൻസും യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. കോൾഡ് കറണ്ടാണ് ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ കോൾഡ് ആവും, താപനില അഥവാ ടെമ്പറേച്ചർ കുറയും. ഒരു സ്ഥലത്തേക്ക് വാം കറണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, റെഡി. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നുണ്ട്. വാം കറണ്ട് കോൾഡ് അറ്റ്ലാന്റിക് കറണ്ട് എന്ന് വിളിക്കുന്ന ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹത്തിൽ അഥവാ അറ്റ്ലാന്റിക് കറണ്ട് എന്ന് പറയുന്ന ഈ കറണ്ട് എന്ത് ചെയ്യും, യൂറോപ്പിൻ്റെ ആ സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യും, നല്ല ചൂട് കൊടുക്കും. അതായത് അവിടെ നല്ല തണുപ്പ് വരേണ്ടതാണ്. പക്ഷേ ആ തണുപ്പിനെ കുറയ്ക്കാൻ ആര് സഹായിക്കും, ഈ വാം അറ്റ്ലാന്റിക് കറണ്ട് സഹായിക്കും. കാരണം ഇത് വാമാണ്, ഇത് ചൂടായിട്ടുള്ള കറണ്ടാണ്, ചൂടായിട്ടുള്ള സമുദ്രജല പ്രവാഹമാണ്. ഇത് അവിടത്തോടുകൂടി ഇവിടെ ശരിക്കും നല്ല ചൂട് വരേണ്ടിയാണ്. പക്ഷേ ഈ വാം കറണ്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട്, ചൂടുള്ള ജലപ്രവാഹം വരുന്നതുകൊണ്ട് അവിടെ തണുപ്പിന് കുറച്ചൊരു ആശ്വാസം കൊടുക്കും. കാരണം അവിടെ കുറച്ച് ചൂട് കൊടുത്ത് അവിടെ അവർക്കൊരു സന്തോഷം കൊടുക്കും. ഓക്കെ, അതേപോലെയാണ് ഒരു എക്സാമ്പിളാണ് ലബ്രഡോർ കറണ്ട്. എന്താണ്, കോൾഡ് കറണ്ട് അഥവാ ശീതജല പ്രവാഹമാണ് ഇത്. ലബ്രഡോർ കോൾഡ് കറണ്ട് ഇത് എന്ത് ചെയ്യും, ഇത് പോകുന്ന സ്ഥലങ്ങളിലെ ഈ ലബ്രഡോർ കോൾഡ് എവിടേക്ക് പോകുമ്പോൾ ഈ കാനഡ റീജിയനിലൊക്കെ എന്ത് ചെയ്യും, നല്ല തണുപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, കോൾഡ് കറണ്ട് ആയിട്ടുള്ള ലാബ്രഡോർ കറണ്ട് വന്നപ്പം ഇവിടെ തണുപ്പായി, വാം കറണ്ട് വന്നപ്പോൾ ഇവിടെ ഹോട്ടായി. അപ്പോൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കിട്ടില്ലേ, കോൾഡ് കറണ്ടാണ് പോകുന്നതെങ്കിൽ കോൾഡ് ആവും, വാം കറണ്ടാണ് പോകുന്നതെങ്കിൽ വാം ആവും, അല്ലെങ്കിൽ എന്താവും, ഹീറ്റ് ആവും, ഹോട്ട് ആവും. ഓക്കെ, റെഡി. അതാണ് അടുത്ത ലാസ്റ്റ് പോയിന്റ്, ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ തന്നെ നേരെ ഒരു കാര്യം മനസ്സിലാവും. സൺറൈസ് ഡയറക്റ്റ്ലി വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബി, സൺറൈസിൻ്റെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു മറവിലുള്ള സ്ഥലമാണ് എ. ഈ ചിത്രം കണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലുണ്ടാവാം, ബിയിലല്ലേ. കാരണം എന്താ, സൺറൈസ് നേരെ വന്ന് ഇടിക്കല്ലേ, ആ സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടൂലേ. ഇപ്പം ടെമ്പറേച്ചർ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കൂലേ. ഇത്രയേ ഉള്ളൂ ഫീച്ചർ, ഫിസിക്കൽ ഫീച്ചർ അഥവാ ടോപ്പോഗ്രഫിയിലെ റിലീഫ്. മലൻ്റെ ഒരു കുന്നാണെങ്കിൽ ഇടിക്കുന്ന സൺറൈസ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന സൈഡിൽ ടെമ്പറേച്ചർ കൂടും, മറ്റേ സൈഡിൽ ടെമ്പറേച്ചർ കുറയും. അത്രേ ഉള്ളൂ. അവൈലബിലിറ്റി സൺ ഡിഫറെൻറ്റ് വൺ പ്ലേസ് ടു ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകുമ്പം സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറയും അക്കോർഡൻസ് വിത്ത് റിലീഫ്, അവിടുത്തെ ഫീച്ചറിനനുസരിച്ച്. ദ മൗണ്ടെയിൻ സ്ലോപ്പ് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസ് ഹയർ ടെമ്പറേച്ചർ.
മൗണ്ടെയിൻ്റെ മലയുടെ സണ്ണിന് എന്താണ് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും നല്ല ടെമ്പറേച്ചർ ആയി, കാരണം ഡയറക്റ്റ് സൺറൈസ് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങ് സൈഡിൽ എന്തായാലും നല്ല ടെമ്പറേച്ചർ താപനില കൂടും. അതായത് ദ ഓപ്പോസിറ്റ് സ്ലോപ്പ് എക്സ്പീരിയൻസ് ലോവർ ടെമ്പറേച്ചർ, എന്തായിരിക്കും എതിർ ചെരിവുകൾ, അത് നേരെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ എ കണ്ടോ, ഇതിപ്പോൾ ഒരു മൗണ്ടെയിൻ ആണ്. ഇപ്പോൾ മൗണ്ടെയിൻ ആണെങ്കിൽ എയും അതിവിടെ ബി ആണ്, ഇവിടെ എ ആണ്. സണ്ണിൻ്റെ സൈഡ് ഇവിടെ നിന്നാണ് സണ്ണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സൺറൈസ് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി കൂടും. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ അത്ര ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാത്തതുകൊണ്ട് ടെമ്പറേച്ചർ കുറയും. അത്രേ ഉള്ളൂ. ഫിസിക്കൽ റിലീഫിനനുസരിച്ച് ഫേസ് ചെയ്യുന്ന സൈഡിൽ ടെമ്പറേച്ചർ കൂടും, അല്ലാത്ത സൈഡിൽ ടെമ്പറേച്ചർ കുറയും. അത്രേ എന്തുള്ളൂ ഫിസിക്കൽ റിലീഫിൽ പറയാനുള്ളൂ. അപ്പോൾ 6 പോയിന്റ് ഒന്നുകൂടി ഓടിച്ച് നോക്കിക്കോ. ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശം ലാറ്റിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ അഥവാ താപനില കുറയും. നമ്മൾ പറഞ്ഞു 0 to 90 ഡിഗ്രി. ശ്രദ്ധിക്കണേ, സമുദ്രനിരപ്പിൽ ഉയരം ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് മേലോട്ട് കയറും തോറും ടെമ്പറേച്ചർ കുറയും. കടലിൻ്റെയും കരലിൻ്റെയും വ്യത്യസ്തമായ ചൂടുപിടിക്കൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ്. കര പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. കടലെന്താവും, പെട്ടെന്ന് മെല്ലെ തണുക്കുള്ളൂ, മെല്ലെ ചൂടാവുള്ളൂ. സമുദ്രത്തിൻ്റെ അകലം കൂടുന്നതോറും എക്സ്ട്രീം ക്ലൈമറ്റ് ആവും, അല്ലെങ്കിൽ എന്തായിരിക്കും, കടലിൻ്റെ അടുത്താണെങ്കിൽ മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. ഇങ്ങനെ സമുദ്രജല പ്രവാഹം കോൾഡ് കറണ്ട് പോയാൽ ആ ഏരിയയും കോൾഡ് ആവും. വാം കറണ്ട് അഥവാ ഉഷ്ണജലമാണ് പോകുന്നതെങ്കിൽ ആ ഏരിയയും ഹീറ്റ് ആവും. ലാസ്റ്റ് ഭൂപ്രകൃതി സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡിൽ ടെമ്പറേച്ചർ കൂടും, അല്ലാത്ത സൈഡിൽ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യുക, ഒന്ന് പോസിറ്റീവ് ക്ലിയർ ആവാത്ത ഒന്ന് വായിച്ചു നോക്കുക, നോട്ട് ചെയ്യുന്ന ആൾക്കാർ എഴുതിയെടുക്കാം. റെഡി? ഇനി നമുക്ക് പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? നോക്കാം. The weight exerted by the atmospheric air over air surface is termed as atmospheric pressure അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം. ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരത്തെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നമ്മുടെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഉപരിതലത്തിൽ ഭൂമിയുടെ സർഫസിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന വെയിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അതിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ക്ലാസ് ഉണ്ട്, ക്ലാസ് എ, ക്ലാസ് ബി. ഇവിടെ എന്തേ ഉള്ളൂ, രണ്ടിനും സെയിം സൈസാണ്, രണ്ടും ഒരേ വലിപ്പമുള്ള ക്ലാസ്സാണ്. ഇവിടെ 10 കുട്ടികളുള്ളൂ, ഇവിടെ ഒരു 50 കുട്ടികളുണ്ട്. ഓക്കെ, എവിടെയാണ് പ്രഷർ കൂടുതൽ? ഇവിടെ അല്ലേ പ്രഷർ കൂടുക. കാരണം എന്താ, ഇവിടെ നമുക്ക് സ്ഥലം ഉണ്ടോ നിൽക്കാൻ? ഇല്ല, എല്ലാവരും തിങ്ങി നിറഞ്ഞ് നിൽക്കാം. അവിടുത്തെ വെയിറ്റ് അല്ലെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എന്താണ്, കൂടുതലാണ്. വെയിറ്റ് കൂടുതൽ, ആൾക്കാരെണ്ണം കൂടുതലല്ലേ, വെയിറ്റ് കൂടുതലേ, ആ വെയിറ്റ് അല്ലേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ എന്താണ്, ആൾക്കാരെണ്ണം കുറവാണ്, അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. നമുക്ക് എന്താണ്, സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ പറ്റും, നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്, അതുകൊണ്ട് അവിടെ പ്രഷർ കുറവെന്ന് പറയാം. മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ. ഓക്കെ, ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എന്താണ് മെഷർ ചെയ്യുക. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരുന്നു, ഒരു എർത്തിൻ്റെ സർഫസിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അഥവാ ചെലുത്തുന്ന ഭാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. പ്രഷർ നിങ്ങൾ ആലോചിക്കുക ഒന്നുമില്ല, ആൾക്കാർ കൂടുതലാണെങ്കിൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും മാത്രം ആലോചിച്ചാൽ മതി. എന്തെങ്കിലും വെയിറ്റ് കൂടുതൽ, ആൾക്കാർ കൂടുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ എന്താവും, അവിടുത്തെ പ്രഷർ കൂടുതലായിരിക്കും. ഈ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പം അവിടെ ആൾക്കാർ കൂടുതലാണ്, കുറേ ആളുകളുണ്ട്, കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചോ, ഈ അറ്റ്മോസ്ഫിയറിക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പക്കയായിട്ട് ക്ലിയർ ആവും. ഒന്നാമത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ കൺവെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. എന്തായാലും അറ്റ്മോസ്ഫിയർക്ക് എയറിന് ചൂടാവുമ്പം എയർ എന്ത് ചെയ്യും, ഹീറ്റായിട്ട് റൈസ് ചെയ്ത് പോകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു എയർ പാർട്ടിക്കിൾസ് ഉണ്ട്, എയർ ഉണ്ട്. ഞാൻ ഇവിടെ ചൂടാവുമ്പോൾ എന്താവും, ഇവിടുത്തെ എയർ റൈസ് ചെയ്ത് പോലെ, റൈസ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെണ്ണം കുറയൂലേ, ഇവിടെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം റൈസ് ചെയ്ത് മേലോട്ട് പോയില്ലേ, ഇവിടുത്തെ ആൾക്കാരെണ്ണം കുറയൂലേ. ആൾക്കാരെണ്ണം കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, പ്രഷർ കുറയാന്നല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ കുറയും. താപനില കൂടുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോ, പല സ്ഥലത്തും ആവശ്യം വരും. ടെമ്പറേച്ചർ ഇൻക്രീസസ്, താപനില കൂടുമ്പം അന്തരീക്ഷ മർദ്ദം കുറയും. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് താപനില കൂടുമ്പോൾ അവിടെയുള്ള എയർ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് റൈസ് ചെയ്തു, അതാണ് കൺവെക്ഷൻ. അങ്ങനെ റൈസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ആൾക്കാരുണ്ടാവുമല്ലോ. കാരണം എന്താ, ഇവിടെ എല്ലാ എയറുള്ളൂ, ഇവിടെ ചൂട് കൂടിയപ്പോൾ ഇവിടെയുള്ള എയറൊക്കെ മേലോട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എന്തായി, ആൾക്കാരെണ്ണം കുറഞ്ഞു, അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് കുറഞ്ഞു. എന്ത് കുറഞ്ഞു, പ്രഷർ കുറഞ്ഞു. കാരണം ഇവിടെ ആൾക്കാരെണ്ണം ഇല്ലേ, പിന്നെ വെയിറ്റ് ഉണ്ടോ, വെയിറ്റ് ഇല്ലെങ്കിൽ പ്രഷർ കുറയൂലേ. ആൾക്കാരെണ്ണം കുറഞ്ഞതുകൊണ്ട് പ്രഷർ കുറഞ്ഞു. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ്. രണ്ടാമത് ആൾട്ടിറ്റ്യൂഡ്.
അതിലൂടെ ആളുകളൊരു സിമ്പിൾ ലോജിക്കാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കുക, ആൾക്കാർ വലിയ എവറസ്റ്റൊക്കെ മലയ്ക്ക് കയറാൻ നേരത്ത് ഓക്സിജൻ്റെ ഇതും കൊണ്ട് പോകണണ്ടില്ലേ, ഓക്സിജൻ സിലിണ്ടറൊക്കെ ബാക്കിൽ ഫിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലേ, എന്തുകൊണ്ടാണ്? മുകളിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? മുകളിൽ ഓക്സിജൻ അഥവാ എയറിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് എയറും കൊണ്ട് മേലോട്ട് പോകുന്നത്. ആ ഒരൊറ്റ ലോജിക്ക് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, മേലോട്ട് പോകുന്നതിനനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ കുറഞ്ഞു വരും. ആൾക്കാരെണ്ണം മുകളിൽ കുറവാണെങ്കിൽ അതിനകത്ത് പ്രഷർ കുറവാണെന്നല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടേം എന്ത് ചെയ്യുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അഥവാ സാന്ദ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള ആൾക്കാരുടെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക, സാന്ദ്രത എന്ന് പറയാം. ഡെൻസിറ്റി, എയർ ഡെൻസിറ്റി, അവിടെയുള്ള എയറിലുള്ള ആൾക്കാരുടെ എണ്ണം അല്ലെ, എയറിൻ്റെ എണ്ണം. ഓക്കെ റെഡി. അപ്പോൾ ഡെൻസിറ്റി കുറവാണ്, അപ്പോൾ മുകളിലോട്ട് പോകുന്നതോറും ആൾക്കാരുടെ എണ്ണം കുറവാണ്. കാരണം എക്സാമ്പിൾ നമ്മളെ ഓക്സിജൻ മാത്രം ആലോചിക്കാം. മേലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഓക്സിജൻ കൊണ്ടുപോകുന്നു, കാരണം മുകളിൽ ഓക്സിജൻ ഇല്ല. അപ്പോൾ മുകളിൽ സാധനങ്ങളുടെ അളവ് കുറവാണ്. അപ്പം മുകളിൽ സാധനങ്ങളുടെ അളവ് കുറവാകുമ്പം പ്രഷറും കുറവാണ്. ഓക്കെ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അഥവാ സമുദ്രനിരപ്പുള്ള ഉയരം കൂടുമ്പം എന്ത് കുറയും? പ്രഷർ അഥവാ മർദ്ദം കുറയും. ഓക്കെയാണ്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ആൾട്ടിറ്റ്യൂഡ് കൂടി അഥവാ സമുദ്രനിരപ്പിൽ ഉയരം കൂടുമ്പം പ്രഷർ എന്ത് ചെയ്യും? കുറയും. കാരണം നമ്മളെ ഓക്സിജൻ സിലിണ്ടർ മാത്രം ആലോചിച്ചാൽ മതി. മേലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഓക്സിജൻ സിലിണ്ടറും കൊണ്ടാണ് പോകുന്നത്. ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകാൻ കാരണം മുകളിൽ ഓക്സിജൻ ഇല്ല. അപ്പോൾ മുകളിൽ ആൾക്കാർ അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസിന് എണ്ണം കുറവാണെന്ന് മനസ്സിലാക്കുക. അപ്പം കുറവാണെങ്കിൽ പ്രഷറും കുറവാണ്. അപ്പം മേലോട്ട് പോകുന്നവരും പ്രഷർ കുറഞ്ഞിട്ടാണ് വരുന്നത്. മൂന്നാമത്തത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഹ്യൂമിഡിറ്റി? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ അഥവാ ജലബാഷ്പത്തിന് ജലത്തിൻ്റെ അളവ് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. അത് ക്ലിയർ ആണ്. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ജലത്തിൻ്റെ അളവിന് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നോർമൽ ഒരു വാട്ടർ വേപ്പർ ഒരു എയർ എടുത്ത് സാധാ എല്ലാം കുറേ നൈട്രജനും ഓക്സിജനും ഒക്കെ ഉള്ള എയറാണ്. അതിലൊക്കെ എന്ത് ചെയ്യും, ഒരു വാട്ടർ മോളിക്യൂൾ വരിക. വാട്ടർ മോളിക്യൂളിന് കനം കുറവാണ്. ഈ വാട്ടർ മോളിക്യൂൾ അവിടേക്ക് വരുമ്പം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാധനത്തിന് പുറത്താക്കണ്ടേ? കാരണം സ്ഥലം വലുതാവുന്നില്ലല്ലോ, സ്ഥലം സെയിം അല്ല ഉണ്ടാവാം. അപ്പോൾ എയർ നമ്മൾ ഒരു പോർഷൻ എയർ മാത്രം കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ഏരിയ മാത്രം എടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടുന്ന് എന്ത് ചെയ്തു, വാട്ടർ വേപ്പർ ഇങ്ങനെ അകത്തോട്ട് കയറി വരണം. അപ്പോൾ എന്ത് ചെയ്യണം, പുറത്തോട്ട് എന്ത് പോകണം, ഇവിടെയുള്ള ഏതെങ്കിലും സ്ഥലം പോലെയല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഹെവിയർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള നൈട്രജനും ഓക്സിജനെയൊക്കെ പുറത്താക്കിയിട്ടാണ് അവിടെ വാട്ടർ വേപ്പർ വന്ന് നിൽക്കുക. വാട്ടർ വേപ്പറിൻ്റെ അളവ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഹെവിയർ ഗ്യാസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ നമ്മൾ എടുക്കുന്ന എയർന്ന് എന്ത് ചെയ്യും, നീങ്ങി വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, കനം കുറയോ കൂടുവോ? ഞാൻ പറഞ്ഞേ, കനം കുറയോ കൂടും? കനം കുറയും. കാരണം എന്താ, വാട്ടർ വേപ്പറിന് കനം കുറവാണ്. ഈ വാട്ടർ വേപ്പർ വന്ന സമയത്ത് വാട്ടർ വേപ്പറിന് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, കനം കൂടിയ നമ്മുടെ ഓക്സിജനും നൈട്രജനൊക്കെ പുറത്താക്കിയാണ് ആ എയറിൽ ആര് നിൽക്കുന്നത്, വാട്ടർ വേപ്പർ നിൽക്കുന്നത്. അപ്പം മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ കനം കുറഞ്ഞിട്ടുണ്ടാവില്ലേ? കാരണം വാട്ടർ വേപ്പറിൻ്റെ എണ്ണം കൂടി, വലിയ വലിയ ഗ്യാസിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം കനം കൂടുമ്പം നമ്മൾ കനം കുറയുമ്പോൾ എന്ത് കുറയും? പ്രഷർ കുറയും. കാരണം ആ കനമാണല്ലോ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്. വാട്ടർ അറ്റ്മോസ്ഫിയറിക് എയറിൽ വാട്ടർ വേപ്പറിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ദ ഹെവിയർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും പോലെയുള്ള അന്തരീക്ഷത്തിലെ ഭാരമേറിയ വാതകങ്ങൾ എന്തൊക്കെ പുറത്താക്കിയിട്ടാണ് പകരം ആര് വരിക, വാട്ടർ വേപ്പർ വരിക. വാട്ടർ വേപ്പറിന് കനം കുറവാണ്. അതുകൊണ്ട് എന്തായി, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കുറയും. കനം കുറയുമ്പോൾ പ്രഷർ കുറയും. ആർദ്രത കൂടി അഥവാ ഹ്യൂമിഡിറ്റി കൂടി, പ്രഷർ അഥവാ മർദ്ദം കുറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കൾ ആലോചിച്ച് വെക്കേണ്ടത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. 3 ഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ, ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി അഥവാ താപനില, സമുദ്രത്തിലുള്ള ഉയരം, പിന്നെന്താണ്, ആർദ്രത. ഈ 3 പോയിന്റ് കൂടിക്കഴിഞ്ഞാലും പ്രഷർ കുറയുമെന്ന് ആലോചിച്ച് വെക്കുക. ഈ 3 പോയിന്റ് കൂടിയാലും മർദ്ദം കുറയും. എവിടെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്, വേറെയും ഫാക്ടർ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ആണ് അതൊന്ന് ഓർത്ത് വെക്കുക. ഇത് 3ഉം കൂടുന്ന സമയത്ത് എന്താണ് പ്രഷർ കുറയാന്നുള്ളതും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ലോജിക്ക് വെച്ച് പഠിച്ചു വെക്കണം. കാരണം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. 3 ഫാക്ടേഴ്സ് എഴുതണം. ഇതിൻ്റെ ഫാക്ടേഴ്സ്, ഇതിൻ്റെ അളവ് കൂടുമ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നു, അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കുറയുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അടുത്തത്. ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ. എന്താണ് ആഗോള മർദ്ദ മേഖലകൾ ചോദിക്കൂട്ടോ, എക്സാമിന് എന്താ ചെയ്യുക? കാരണം 4 പ്രഷർ ബെൽറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ആഗോള മർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? ഈ ലാറ്റിറ്റ്യൂഡ് പഠിച്ചില്ല നമ്മൾ, ഭൂമിൻ്റെ ലാറ്റിറ്റ്യൂഡ്. ഈ ഭൂമിൻ്റെ ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 60, 90 ഇങ്ങനെ 2 സൈഡിലേക്ക് പോകുന്നുണ്ടല്ലേ. ഈ 2 സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ ലാറ്റിറ്റ്യൂഡ് അഥവാ ഓരോ അക്ഷാംശത്തിൽ എന്ത് ചെയ്യും,
ഓരോ അക്ഷാംശത്തിൽ ഓരോ റീജിയണിൽ ഏകദേശം പ്രഷർ എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഓരോ റീജിയൻ നമ്മൾ എന്താക്കി ഓരോ പ്രഷർ ബെൽറ്റുകളാക്കി അല്ലെ ഓരോ മേഖലകളാക്കി തിരിക്കും. അതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ. അതായത് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ് ആർ ഫോംഡ് അലോങ് ദി സെർട്ടൈൻ സ്പെസിഫിക് ലാറ്റിറ്റ്യൂഡിനൽ സോൺസ്. പ്രത്യേക അക്ഷാംശ മേഖലകളിൽ വ്യത്യസ്ത മർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നു. അത് ഒരു ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ അവിടുത്തെ മർദ്ദത്തിനനുസരിച്ച് ഒരു ഏകദേശം ഒരു മർദ്ദമായിരിക്കും. അപ്പോൾ അത് നമ്മൾ അതിനൊരു ബെൽറ്റായിട്ട് കണക്കാക്കും. ഓക്കെ, അതാണ് ആഗോള മർദ്ദ മേഖലകളിൽ പ്രഷർ ബെൽറ്റ്. ഓരോ ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് അവിടെയുള്ള റീജിയൻ ഒരു പ്രഷർ ബെൽറ്റ് ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യും. കാരണം അവിടുത്തെ ഏകദേശം പ്രഷർ സെയിം ആയിരിക്കും. അതുകൊണ്ട് അതിന് നമ്മളൊരു പ്രഷർ ബെൽറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ 4 പ്രഷർ ബെൽറ്റുകളാണല്ലോ നമുക്ക് ആകെ ഭൂമിയിൽ പഠിക്കാനുള്ളത്. അതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ. അപ്പോൾ എന്താണ് ആഗോള മർദ്ദ മേഖലകൾ, ഏതെല്ലാം എന്ന ചോദ്യം എന്തായാലും വരും. നോക്കി വെച്ചു. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്നു പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് 4 ടൈപ്പ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഒന്ന് കണ്ടോ, ഇക്വട്ടോറിയൽ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റർ, സബ് ട്രോപ്പിക്കൽ, ട്രോപ്പിക്കിൻ്റെ തൊട്ട് മുകളിൽ. ഇപ്പോൾ ഇത് പോളാർ ഏറ്റവും അറ്റത്ത്, അതിന് തൊട്ടുതായ സബ് പോളാർ. കണ്ടോ, ഭൂമധ്യരേഖയും ഉപോഷ്ണ മേഖലയും, മുകളിൽ ടോപ്പിൽ ധ്രുവീയം, അതിൻ്റെ തൊട്ട് താഴെ ഉപധ്രുവീയം. ഇത് ഓരോ മേഖലയിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ്, ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എങ്ങനെ പഠിക്കാം നോക്കാം. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എങ്ങനെ ലോ പ്രഷറായി? ഇക്വട്ടോറിയൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൺറൈസ് ഡയറക്റ്റ്ലി ഹീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ സൺറൈസ് ഡയറക്റ്റ്ലി ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുവോ കുറയോ? ടെമ്പറേച്ചർ കൂടും. സൺറൈസ് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയോ കൂടുവോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയും. തൊട്ട് മുന്നേ പഠിച്ചതല്ലേ, പ്രഷർ കുറഞ്ഞാൽ എന്ത് പറയും? ലോ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖല. ഓക്കെയാണ്. അപ്പോൾ പോയിന്റ് ക്ലിയർ ആണ്. സൺറൈസ് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്താണ്, നമ്മുടെ സൺറൈസ് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്, നമ്മുടെ ഇക്വട്ടോറിയൽ റീജിയൻ. കാരണം എന്താ, അപ്പം ഡയറക്റ്റ് സൺറൈസിൻ്റെ ചൂടുകൊണ്ട് അവിടെയുള്ള എയറൊക്കെ റൈസ് ചെയ്ത് മേലോട്ട് പോകും. അപ്പോൾ അവിടെ ആ റീജിയനിൽ ടെമ്പറേച്ചർ അഥവാ പ്രഷർ കുറയും. എന്ത് ചെയ്യും? പ്രഷർ കുറയുമ്പോൾ ലോ പ്രഷർ റീജിയൻ അഥവാ ന്യൂനമർദ്ദ മേഖലയായിട്ട് മാറും. അപ്പോൾ ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ക്ലിയർ അല്ലേ? സൺറൈസ് ഡയറക്റ്റ് ഹീറ്റ്, അവിടെയുള്ള എയർ റൈസ് ചെയ്ത് ചൂട് കാരണം എയർ റൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവിടെ എന്താവും, എയർ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താവും, പ്രഷർ കുറവായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ ഇക്വട്ടോറിയൽ റീജിയനിൽ എയർ ഇങ്ങനെ റൈസ് ചെയ്തല്ലേ പോകുന്നത്. അവിടെ ഇക്വട്ടോറിയൽ റീജിയൻ ആണ്. ഇതിപ്പോൾ ഭൂമിൻ്റെ ഇക്വട്ടോറിയൽ റീജിയൻ എന്തെയും ചൂടായിട്ട് അവിടെ എയർ ഇങ്ങനെ റൈസ് ചെയ്ത് മേലോട്ടാണ് പോകുന്നത്. മേലോട്ട് പോകുന്നത് എന്തല്ല, കാറ്റല്ല. മേലോട്ട് പോകുന്നത് നമ്മൾ വേറൊരു പേരാണ് പറയും, വായുപ്രവാഹം. അത് പഠിക്കാനുള്ള എയർ കറണ്ട് എന്ന് പറയാം. അപ്പം ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, അതായത് എർത്തിൻ്റെ സർഫസിൽ കാറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കാറ്റ്. ഇങ്ങനെ എയർ പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വട്ടോറിയൽ റീജിയന് എയർ മേലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാറ്റ് ഉണ്ടാവില്ല. ഇക്വട്ടോറിയൽ റീജിയനിൽ വിൻഡ്ലെസ് സോൺ ആയിരിക്കും, അഥവാ കാറ്റില്ലാത്ത മേഖലയായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം. വിൻഡ്ലെസ് സോൺ, കാറ്റില്ല. കാരണം എയർ ഇങ്ങനെ മേലോട്ടാണ് പോകുന്നത്. മേലോട്ട് പോകുന്നത് നമ്മൾ കാറ്റെന്ന് വിളിക്കില്ല. കാരണം മേലോട്ട് പോകുന്നത് കാറ്റല്ലാതെ വിൻഡല്ല, വേറൊരു പേരാണ്. അപ്പോൾ എന്ത് ചെയ്യും, മേലോട്ട് പോകുന്നത് ഹൊറിസോണ്ടലി അഥവാ തിരശ്ചീന തലത്തിൽ എയർ മൂവ് ചെയ്യാത്തത് കൊണ്ട് വിൻഡ്ലെസ് സോൺ ആയിരിക്കും ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് എന്താണ് ഇക്വട്ടോറിയൽ ലോ പ്രഷർ റീജിയൻ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വിളിക്കും, ഡോൾഡ്രം അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് വിളിക്കും. ചോദിക്കട്ടെ 1 മാർക്കിന്, വാട്ട് ഈസ് ഡോൾഡ്രം അല്ലെങ്കിൽ എന്താണ് നിർവാത മേഖല? ഇക്വട്ടോറിയൽ റീജിയനിൽ വിൻഡ് ഇല്ലാത്തതിനാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രം. രണ്ടാമത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. എന്താണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്? ചോദിച്ചോട്ടോ, എന്താണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്? ഇവിടുന്ന് ഇക്വേറ്ററിന് എന്ത് ചെയ്തു, ഇക്വേറ്ററിന് നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ ചൂടാകുന്ന ഹീറ്റ് എന്ത് ചെയ്തു, എയർ ചൂടായിട്ട് എന്ത് റൈസ് ചെയ്ത് ഇങ്ങനെ പോയി. ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾ ഈ 3D ആലോചിക്കണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മേലോട്ടാണ് പോകുന്നത്. മേലോട്ട് ചിത്രം വരയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മേലോട്ട് പോകുന്നത് ഈ മുകളിൽ പോയി താഴത്ത്, അതായത് നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിങ്ങൾ ആലോചിക്കും, ഇത് ഭൂമി ഇങ്ങനെ നിൽക്കണേ, ഇതിൻ്റെ നടുഭാഗം ഇക്വേറ്ററാണ്. ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ പോയി റൈസ് ചെയ്ത് മുകളിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ചൂടണിയൂലേ, ചൂടണിയുമ്പോൾ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പുറത്ത് പോയിട്ട് വിൽക്കും. എവിടെ, നമ്മുടെ സബ് ട്രോപ്പിക്കൽ റീജിയൺസിൽ. ഭൂമധ്യരേഖയിൽ നിന്ന് ചൂടായി ഉയർന്നു പൊങ്ങുന്ന എയർ കുറച്ച് കഴിഞ്ഞ് മുകളിൽ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് വിൽക്കും. അപ്പോൾ എന്താവും, അവിടെ ഓൾറെഡി എയർ ഉണ്ട്. ഈ നമ്മൾ ഇപ്പോൾ ഇക്വട്ടറിന് 2 സൈഡിലേക്ക്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും പോയിട്ട് ഇങ്ങനെ വിൽക്കും. 2 സൈഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ പോയി എയർ വിൽക്കും. ഓൾറെഡി അവിടെ എയർ ഉണ്ട് താനും, പുതിയതായിട്ടൊരു എയർ വന്ന് വിൽക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എയറിൻ്റെ അളവ് കൂടിയില്ലേ, വെയിറ്റ് കൂടിയില്ലേ, പ്രഷർ കൂടില്ലേ. അപ്പോൾ അതാണ് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല. ഓക്കെയാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത്, 30 ഡിഗ്രി വടക്കും തെക്കും റീജിയനിലെ ഭൂമധ്യരേഖയിൽ നിന്നും ഉയർന്നു വരുന്ന ചൂടുള്ള വായു വാം എയർ എന്ത് ചെയ്യും, കാറ്റ് നീങ്ങി തണുത്തിട്ട് എന്ത് ചെയ്യും, ഈ റീജിയനിൽ നമ്മുടെ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വന്ന് ഇങ്ങനെ വിൽക്കും.
ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ പൊന്തി പൊന്തി പോയി കുറേ മോഡ് നീങ്ങി അറ്റ്മോസ്ഫിയറൊക്കെ തീരുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോയി അപ്പുറത്തെത്തി അവിടെ നമുക്ക് തണുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ താഴത്തങ്ങ് ഇറങ്ങും എയർ. ചൂട് പോയാൽ പിന്നെ എയർ താഴോട്ടാവുമല്ലോ. എന്ത് സാധനമായാലും കുറച്ച് കഴിയുമ്പോൾ ചൂട് പണിയുമല്ലോ. ചൂട് പണിയുമ്പോൾ എയർ താഴോട്ട് തന്നെ വരും. അങ്ങനെ ആ എയർ അവിടെ വന്ന് നോക്കുമ്പോൾ ഓൾറെഡി അവിടെ എയർ ഉണ്ട്, പുതിയ എയർ കൂടി വന്നതുകൂടി എന്തായി, അവിടെ എയറിൻ്റെ അളവ് കൂടി, പ്രഷർ കൂടി. അതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അഥവാ ഉപോഷ്ണം, ചൂട് കുറഞ്ഞ ആ ഏരിയയിൽ 30 ഡിഗ്രിയിൽ മർദ്ദം കൂടി, അഥവാ വായുവിൻ്റെ അളവ് കൂടി, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മൂന്നാമത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. തൊട്ട് മുന്നേ നാലാമത്തെ ആലോചിച്ച് വെക്കുക. നാലാമത് പോളാർ പ്രഷർ ബെൽറ്റ്. എങ്ങനെയാണ് പോളാർ ഹൈ പ്രഷർ എന്ന് ആലോചിക്കും. അവിടെ പോളാർ എന്ന് വെച്ചാൽ ധ്രുവം, ഭൂമിയിൽ രണ്ടറ്റത്തുള്ള സ്ഥലമാണ് ഇത് പോളാർ. ഇതല്ലേ നോർത്ത് പോളും സൗത്ത് പോളും. ഈ രണ്ടറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരും തണുപ്പുള്ള ഏരിയ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. തണുപ്പ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ടെമ്പറേച്ചർ കുറയാന്നാ. ടെമ്പറേച്ചർ കുറയുന്ന അതിനർത്ഥം എന്താ, പ്രഷർ കൂടാന്നാ. അപ്പോൾ പ്രഷർ കൂടുന്ന എന്താ, ഹൈ പ്രഷർ ഉച്ചമർദ്ദം ആവൂലേ. ഹൈ പ്രഷർ അല്ലെങ്കിൽ ഉച്ചമർദ്ദമായി മാറൂലേ. ഇത്രേ ഉള്ളൂ. പോളാർ ഹൈ പ്രഷർ അല്ലെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ അഥവാ ഉച്ചമർദ്ദ ബെൽറ്റുകൾ അഥവാ മേഖലകൾ. ഓക്കെ, റെഡിയാണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. കാരണം എന്താ, ഹൈ പ്രഷർ ബെൽറ്റ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് സബ്സിഡൻസ് ഓഫ് കോൾഡ് എയർ അലോങ് ദി പോൾസ്. ഇവിടെ നിന്നൊക്കെ ചൂടായി വരുന്ന എയർ തണുത്തിട്ടാണ് അവിടെ വരുന്നത്. നിങ്ങൾ ഒറ്റ പോയിന്റ് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. പോൾസിൽ തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറയെന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലാണ്. താപനില കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദം കൂടുതലാണ്. എങ്ങനെയാണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പോൾ പോളാറിൽ എന്താണ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ്. കാരണം എന്താ, അവിടുത്തെ എയറൊക്കെ ചൂടായ എയറൊക്കെ തണുത്തിട്ട് അവിടെ വന്ന് അടിയുമ്പോൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് ഒറ്റ പോയിന്റ്, ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട് പ്രഷർ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതിൻ്റെ തൊട്ട് താഴത്തുള്ള നമ്മൾ ഈ ഏരിയയിലെ ഇവിടെയും ശരിക്കും നിങ്ങൾ ആലോചിക്കുമ്പോൾ തണുപ്പുള്ള റീജിയൻ അല്ലേ. തണുപ്പുള്ള റീജിയൻ ആകുമ്പോൾ ടെമ്പറേച്ചർ കുറയണ്ടേ, ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടണ്ടേ. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ചിലപ്പോൾ ചോദിക്കും, കാരണം ട്വിസ്റ്റ് വരുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഭൂമിൻ്റെ റൊട്ടേഷൻ, ഭൂമിയുടെ ഭ്രമണം കാരണം എന്ത് ചെയ്യും, അവിടെ നിന്ന് ഒരു എയറിന് റൈസ് ചെയ്ത് അങ്ങ് പോകും. എയറിന് എടുത്തിട്ട് അങ്ങ് പോകും. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എയറിന് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു പോകും. എയറിന് എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ എയറിൻ്റെ അളവ് കുറഞ്ഞോ കൂടിയോ, എയറിൻ്റെ അളവ് കുറഞ്ഞു. ഭൂമിൻ്റെ റൊട്ടേഷൻ പഠിച്ചു വെക്കണേ. ഭൂമിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം കാരണം അവിടെ കുറച്ച് എയറിനെ ത്രോ ചെയ്തു പോകും അല്ലെങ്കിൽ ഉയർത്തെടുത്ത് പോകും. അങ്ങനെ പോകുമ്പം അവിടെ എയറിൻ്റെ അളവ് കുറയും. എയറിൻ്റെ അളവ് കുറയുമ്പം എന്ത് കുറയും, പ്രഷർ കുറയും. അതുകൊണ്ടാണ് സബ്പോളാർ റീജിയൻ അഥവാ ഉപധ്രുവീയ മേഖല ന്യൂനമർദ്ദമായിട്ട് മാറുന്നത്. 6 ഡിഗ്രി വടക്ക് നോർമൽ ലോജിക്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ, കാരണം അവിടെ തണുപ്പാകുമ്പം പ്രഷർ ശരിക്കും എന്ത് ചെയ്യണം, കൂടുകയാണ് വേണ്ടിയത്. പക്ഷേ അവിടെ നിന്ന് ഭൂമിയുടെ റൊട്ടേഷൻ കാരണം, ഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ, അത് പഠിച്ചു വെക്കണം കേട്ടോ, റൊട്ടേഷൻ ഓഫ് ദി എർത്ത് കാരണം എന്ത് ചെയ്യുന്നു, കോൾഡ് എയർ ഈസ് ത്രോയിങ് അപ്പ് അലോങ് ദിസ് റീജിയൻ ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഭ്രമണം കാരണം അവിടെയുള്ള വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നു. എന്ത് ചെയ്യുന്നു, ഉയർത്തിട്ട് പോകുന്നു. അത് കാരണം അവിടെ വായു പോയാൽ പിന്നെ അവിടെ ആൾക്കാരെണ്ണം കുറഞ്ഞില്ലേ, വായുവിൻ്റെ അളവ് കുറഞ്ഞില്ലേ. വായുവിൻ്റെ അളവ് കുറയാന്ന് പറഞ്ഞാൽ എന്താ, പ്രഷറിൻ്റെ അളവ് കുറയാന്നല്ലേ. പ്രഷർ കുറയാന്നല്ലേ, ലോ പ്രഷർ അല്ലേ, ന്യൂനമർദ്ദം അല്ലേ. അതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി ആണോ? അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, 4 ടൈപ്പ് പ്രഷർ ബെൽറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമുണ്ട്, ഡോൾഡ്രം എന്താണെന്ന് പഠിച്ചു വെക്കണം. അതുപോലെ നമ്മൾ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് നോർമൽ ലോജിക് അല്ല, നോർമൽ ലോജിക്ക് വെച്ച് എഴുതിയാൽ തെറ്റിപ്പോകും. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എയർ റൈസ് ചെയ്ത് പോകുന്ന കാര്യം മെൻഷൻ ചെയ്യണം. അത് നമ്മൾ പഠിക്കുന്നത് എയർ കറണ്ട് അല്ലെങ്കിൽ വിൻഡ്. ഓക്കെ, എയർ എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? നേരത്തെ നമ്മൾ പഠിച്ചു, എയർ കൂടുതലുള്ള സ്ഥലത്തിന് നമ്മൾ ഹൈ പ്രഷർ റീജിയൻ എന്നും എയർ കുറവുള്ള സ്ഥലത്തിന് നമ്മൾ ലോ പ്രഷർ റീജിയൻ എന്നും പറഞ്ഞു. ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനും. എയർ കൂടുതലാണെങ്കിൽ അവിടെ ഹൈ പ്രഷർ അഥവാ ഉച്ചമർദ്ദ മേഖലയാണ്. എയർ കുറവാണെങ്കിൽ എന്താണ്, ന്യൂനമർദ്ദ മേഖലയാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, 2 ക്ലാസ്, ഒരു ക്ലാസ്സിൽ 50 ആളും ഒരു ക്ലാസ്സിൽ 10 ആളും. നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങോട്ട്, 2 ക്ലാസ് സെയിം വലുപ്പമാണ്, സെയിം ബെഞ്ചാണ്, സെയിം ഡെസ്ക്കാണ്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞു. ആൾക്കാർ എങ്ങോട്ട് പോകും, 50 ആൾക്കാരുടെ ക്ലാസ്സിൽ നിന്നും 10 ആൾക്കാരുടെ ക്ലാസ്സിലേക്ക് പോകും. കാരണം എന്താ, നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് എയർ കൂടുതലുള്ള സ്ഥലത്തു നിന്നും എയർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, എയർ മൂവ് ചെയ്യും. അഥവാ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് എന്ത് ചെയ്യും, എയർ അഥവാ വായു എന്ത് ചെയ്യും, മൂവ് ചെയ്യും. 2 ടൈപ്പിലാണ് മൂവ് ചെയ്യുക. ഞങ്ങൾ ആലോചിച്ച് നോക്കുക, എയർ ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ എന്താണ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എയർ കറണ്ട് അല്ലെങ്കിൽ വായു പ്രവാഹം. ലംബം കുത്തൻ എങ്ങനെ പോവാം, കുത്തനത് താഴത്തുനിന്ന് മേലോട്ട്, ഹൈ പ്രഷറാണ് താഴത്തുനിന്നെങ്കിൽ താഴത്തുനിന്നും ലോ പ്രഷർ, മുകളിൽ ലോ പ്രഷറിലേക്ക് ഇങ്ങനെ മേലോട്ട് പോവുക, ഉച്ചമർദ്ദ മേഖല ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് പോവുക. ഈ എയർ മേലോട്ടും താഴോട്ടുമാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ വായു പ്രവാഹം അല്ലെങ്കിൽ എയർ കറണ്ട് എന്ന് വിളിക്കും. തിരശ്ചീന തലത്തിൽ ഹൊറിസോണ്ടലി
എന്താണ് ഒരു ഹൈ പ്രഷർ റീജിയൻ ലോ പ്രഷർ റീജിയനിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അഥവാ കാറ്റുകൾ അല്ലെങ്കിൽ വിൻഡ് എന്ന് വിളിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എയർ കറന്റ് ആൻഡ് വിൻഡ്? വായുപ്രവാഹവും കാറ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കൊടുക്കാൻ പറ്റണം. ഓക്കെ ആണ്, റെഡിയാണ്, കിട്ടൂല? എയർ കറണ്ടും വിൻഡും. അപ്പം എന്താണ്? ബാരോമീറ്റർ ഇൻസ്ട്രുമെന്റ് മെഷർ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നമുക്കിപ്പോൾ വിൻഡ് പഠിച്ചു. എന്താ വിൻഡ്? ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ റീജിയൻ. തിരശ്ചീന തലത്തിലൂടെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായു മൂവ് ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദി വിൻഡ്. വിൻഡിന്റെ ഡയറക്ഷനെയും സ്പീഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്നാമത് കോറിയോളിസ് ഫോഴ്സ്. എന്താ ഒന്നും പഠിച്ചു വെക്കണം കേട്ടോ. കോറിയോളിസ് ഫോഴ്സ് എന്താ ഒന്നും പഠിച്ചു വെക്കണം. ഒരു സിമ്പിളായിട്ട് ഒറ്റ കാര്യം മാത്രം ആലോചിക്കാം. കോറിയോളിസ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് എത്ര ഹെമിസ്ഫിയർ ഉണ്ട്? രണ്ടെണ്ണല്ലോ. നോർത്തേൺ ഹെമിസ്ഫിയർ അതോ ഉത്തര ധ്രുവമുണ്ട്, സൗത്തേൺ ഹെമിസ്ഫിയർ അതോ ദക്ഷിണ ധ്രുവമുണ്ട്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ കറക്കം കാരണം എന്ത് ചെയ്യും? അവിടെ അല്ലേ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഏതൊരു വസ്തു, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഏതൊരു വസ്തുവും റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. മൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് റൈറ്റിലേക്ക് അഥവാ വലതു ഭാഗത്തേക്ക് വ്യതിചലിച്ച് പോകും, ഡിഫ്ലക്റ്റ് ചെയ്തു പോകും. സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള സാധനങ്ങൾ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളാം. ആ സെയിം തിയറി, സിമ്പിൾ തിയറി. അത്ര നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് എന്തെങ്കിലും നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിലുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചത്. നോർത്തേൺ ഹെമിസ്ഫിയർ അതോ ഉത്തര ധ്രുവത്തിൽ എന്ത് ചെയ്യും? ഏത് സാധനം ഫ്രീലി മൂവ് ചെയ്യുന്ന ഏത് സാധനം റൈറ്റ് സൈഡിലേക്കും, സൗത്തേൺ ഹെമിസ്ഫിയർ അതോ ദക്ഷിണ ധ്രുവത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് അഥവാ ഇടതുവശത്തേക്കും നോർമലി ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ആ തിയറിയാണ് കോറിയോളിസ് ഫോഴ്സ് അല്ലെങ്കിൽ കോറിയോളിസ് പ്രഭാവം. എന്താണ്? The wind will deflect towards the right direction in northern hemisphere and towards left in the southern hemisphere. കാറ്റുകൾ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇങ്ങനെ മാത്രം ആലോചിച്ച് വെക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് സാധനം വലത്തോട്ട് ഡിഫ്ലക്റ്റ് ആയി പോകും, സൗത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് സാധനം ഇടത്തോട്ട് ഡിഫ്ലക്റ്റ് ആയി പോകും. ഈ തിയറി പഠിച്ചു വെക്കുക. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. റെഡി? ഓക്കെ ആണ്, റെഡിയാണ്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് എന്ത് ചെയ്യും? എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ദ ഡയറക്ഷൻ ഓഫ് ദി വിൻഡിനെ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ വിൻഡിൻ്റെ ഡയറക്ഷൻ വലത്തോട്ടായിരിക്കും, സൗത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ വിൻഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടായിരിക്കും, ഇടത്തോട്ടായിരിക്കും. ഡയറക്ഷൻ ഓഫ് ദി വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ കോറിയോളിസ് ബലം അല്ലെങ്കിൽ കോറിയോളിസ് ഫോഴ്സ്. രണ്ടാമത് പ്രഷർ ഗ്രേഡിയൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ പ്രഷർ ഗ്രേഡിയൻറ്റ്? എന്താണ് പ്രഷർ ഗ്രേഡിയൻറ്റ്? കാരണം മർദ്ദചെരിവ് ബലം അഥവാ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളെടുത്ത് ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു കള്ളിയൊരു സാധനമുണ്ട്, അത് നോക്കുക. ദ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇസ് പ്രഷർ ഗ്രേഡിയൻറ്റ്. രണ്ട് സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ എൻ്റെ കൈ നോക്കുക. ഇവിടുത്തെ പ്രഷറും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. ഓക്കെ ആണ്, പ്രഷർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ എന്താ പറയും? ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രഷർ ബിറ്റ്വീൻ നിയർ പ്ലേസസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റ്. ദ വിൻഡ് വിൽ ബി സ്ട്രോങ്. ഓക്കെ, അടുത്ത സ്ഥലങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള പ്രഷർ 100ഉം ഇവിടെയുള്ള പ്രഷർ 10ഉമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന വിൻഡിന് നല്ല സ്പീഡായിരിക്കും. ഇവിടെ 100ഉം ഇവിടെ 90 ആണെങ്കിൽ അത്ര സ്പീഡ് ഉണ്ടാവില്ല. അതേ ഉള്ളൂ സംഭവം. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള പ്രഷർ വ്യത്യാസമാണ് പ്രഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ മർദ്ദചെരിവ് ബലം. പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുതലാണെങ്കിൽ അവിടെ സ്പീഡ് കൂടുതലായിരിക്കും, പ്രഷർ ഗ്രേഡിയൻ്റ് കുറവാണെങ്കിൽ അവിടെ സ്പീഡ് കുറവായിരിക്കും. റെഡിയാണ്? രണ്ടാമത് പ്രഷർ ഗ്രേഡിയൻറ്റ് കിട്ടിയല്ലോ. പ്രഷർ ഗ്രേഡിയൻറ്റ് അഥവാ മർദ്ദചെരിവ് ബലം കൂടുതലാണെങ്കിൽ സ്പീഡ് കൂടും. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള പ്രഷറിലുള്ള വ്യത്യാസം. രണ്ട് സ്ഥലങ്ങൾ എടുത്തു നോക്കി, വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നല്ല സ്പീഡിൽ എന്ത് ചെയ്യും? വിൻഡ് അങ്ങോട്ട് പോകും. കാരണം എന്താ? എങ്ങനെയെങ്കിലും ഈ ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറിലേക്ക് ആ വിൻഡിന് എയറിന് മൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് കൂടും? സ്പീഡ് കൂടും. അതാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. രണ്ടാമത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം. വാട്ട് ഇസ് മീൻ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം? ഒറ്റ കാര്യം ആലോചിക്കാം. നിങ്ങൾ നല്ലോണം ഓടുക, നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് ഓടാനാണ് സുഖം, അല്ലെങ്കിൽ കുറേ കല്ലും മരങ്ങളൊക്കെ ഉള്ള അതുകൂടെ സ്ഥലത്തോട്ട് ഓടാനാണ് സുഖം. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ബൈക്ക് കൂടെ ഓടാനുള്ള സുഖം. അത്രേ ഉള്ളൂ ഫ്രിക്ഷണൽ ഫോഴ്സും. ഫ്രിക്ഷണൽ കോസ്ഡ് ബൈ ദ ഹിൽസ്, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ് ആൻഡ് മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് ഒബ്സ്ട്രക്ട്സ് ദ ഫ്രീ ഫ്ലോ ഓഫ് വിൻഡ്. നമ്മൾ കാറ്റ് പോകുന്ന വഴിയിൽ കുറേ കുന്നും മരയും കുറേ സാധനങ്ങളൊക്കെ തടസ്സങ്ങൾ കുറേ ഉണ്ടെങ്കിൽ എന്ത് കുറയും? സ്പീഡ് കുറയും. ആ തടസ്സങ്ങളാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയാൽ സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയാൽ സ്പീഡ് കുറയും. അപ്പം ഈ 3 പോയിന്റ് ഓർത്ത് വെക്കണേ.
3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ ഡയറക്ഷനും സ്പീഡ് ഓഫ് ദി വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാം എങ്ങനെയൊക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വരും. 3 മാർക്കിന് ചോദിക്കും ഏതെല്ലാം എങ്ങനെയൊക്കെ. അപ്പോൾ ഈ 3 പേര് മാത്രം എഴുതി കൊടുത്താൽ 1.5 മാർക്കേ കിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂടി എഴുതിയാലും ബാക്കി 1.5 മാർക്ക് കൂടി കിട്ടുള്ളൂ. എങ്ങനെ കോറിയോളിസ് ഫോഴ്സ് ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ റൈറ്റും സൗത്തേൺ ഹെമിസ്ഫിയർ ലെഫ്റ്റും, പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുമ്പോൾ സ്പീഡ് കൂടുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ തടസ്സങ്ങൾ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സ്പീഡ് കുറയുന്നു. റെഡിയാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി, ക്ലിയർ അല്ലേ? ഫ്രിക്ഷൻ പോണ വഴിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾ സ്പീഡ് കുറയില്ല, ഓടാൻ കഴിയും നമുക്ക്. അതുപോലെ തന്നെയാണ് കാറ്റിനും. നല്ല സ്പീഡ് പോകണമെങ്കിൽ എന്തായിരിക്കണം, നല്ല ക്ലിയർ റൂട്ടായിരിക്കണം. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ റൂട്ടിൻ്റെ കാറ്റിൻ്റെ സ്പീഡ് കുറയും. ഈ തടസ്സങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് പറയുന്നത് കാറ്റ് അല്ലെങ്കിൽ വിൻഡ്. 4 ടൈപ്പ് കാറ്റുണ്ട്. സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻഡ്, കാലികവാദങ്ങൾ പീരിയോഡിക് വിൻഡ്, പ്രാദേശികവാദങ്ങൾ ലോക്കൽ വിൻഡ്, അസ്ഥിരവാദങ്ങൾ അഥവാ വേരിയബിൾ വിൻഡ്സ്. ഒന്നാമത് പെർമനന്റ് വിൻഡ്. ആ പേരിന് നോക്ക്, പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. കാറ്റുകൾ സ്ഥിരമാണ്, അതായത് ബ്ലോയിങ് കോൺസ്റ്റന്റ്ലി ഓവർ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ ഔട്ട് ദി ഇയർ ആർ കോൾഡ് പെർമനന്റ് വിൻഡ്. ഒരു വർഷം മുഴുവനും ഒരേ പ്രത്യേക ദിശയിൽ തന്നെയാണ് ആ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ മാസവും എല്ലാ സമയത്തും ആ കാറ്റിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമനന്റ് വിൻഡ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. നിരന്തരവാദങ്ങൾ അഥവാ ആഗോളവാദങ്ങൾ എന്നും പ്രിവെയിലിംഗ് വിൻഡ്സ് അഥവാ പ്ലാനറ്ററി വിൻഡ്സ് എന്നൊക്കെ ഈ വിൻഡിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട് പെർമനന്റ് വിൻഡ് അഥവാ സ്ഥിരവാദങ്ങൾ. ഓക്കെ, റെഡി, ക്ലിയർ ആണ്. അപ്പോൾ ഈ പെർമനന്റ് വിൻഡ് അഥവാ നമ്മുടെ സ്ഥിരവാദങ്ങൾക്ക് 3 എക്സാമ്പിൾ നമ്മൾ പഠിക്കാനുണ്ട്. ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദങ്ങൾ, വെസ്റ്റലിസ് അഥവാ പശ്ചിമവാദങ്ങൾ, പോളാർ വിൻഡ്സ് അഥവാ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇതെന്താണെന്നുള്ളത് എന്ത് ചെയ്യേണ്ട, എൻ്റെ മക്കൾ ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഫുള്ള് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ്. അപ്പം ഇവിടെ ലോ പ്രഷറാണ്, ന്യൂനമർദ്ദം, ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ലോ പ്രഷറാണ്, ഇവിടെ ഹൈ പ്രഷറാണ്. ഓക്കെ ആണ്. ഈ റീജിയൻ കൺസിഡർ ചെയ്യാം. എവിടുന്ന് എങ്ങോട്ട് കാറ്റ് വീശും, ഇങ്ങനെ താഴോട്ട് കാറ്റ് വീശും. ഓക്കെയാണ്, താഴോട്ട് കാറ്റ് വീശുവേ. കോറിയോളിസ് ഫോഴ്സ് പ്രകാരം പറഞ്ഞത് പ്രകാരം നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ആവും, റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആവും. ഈ ഇങ്ങോട്ട് വീശുന്ന കാറ്റിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലോട്ടാണ്. അപ്പോൾ വിൻഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ ആട്ടോ എടുക്കുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് ഇത് മുഴുവൻ. സൗത്ത് ഇവിടെ കിടക്കുന്നുണ്ട്, അല്ല വേണ്ട മലി വെച്ചിടാം. ഓക്കെയോ, നമ്മുടെ ഹൈ പ്രഷർ ഇക്വറ്റോറിയൽ ലോ പ്രഷറിന്ന് എങ്ങോട്ട് വീശും, നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിലേക്ക്. അല്ല, ഹൈ പ്രഷറിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. കാരണം എന്താ, ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ലോ പ്രഷറാണ്. ഇങ്ങനെ വീശിൻ്റെ കാറ്റാണ്. പക്ഷേ എന്താണ്, കോറിയോളിസ് ഫോഴ്സ് പ്രകാരം റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആയി ഇങ്ങനെ വീശും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലേ, എന്താണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വീശൂലേ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ. സൗത്തേൺ ഹെമിസ്ഫിയറിൽ കോറിയോളിസ് ഫോഴ്സ് പ്രകാരം എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ആവുക, ലെഫ്റ്റിലോട്ടാണ് ഡിഫ്ലക്റ്റ് ആവുക, ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ആവും, ഇങ്ങനെ വീശും. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ച ഡയറക്ഷൻ, ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പുറത്ത് പറഞ്ഞത്. ഇതേപോലെ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തുണ്ട്, സബ് പോളാർ ലോ പ്രഷർ ഉണ്ട്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഉണ്ട്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും വീശൂലേ, ഇങ്ങോട്ട് വീശും. അപ്പം സൗത്തേൺ ഹെമിസ്ഫിയർ ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ആവും. ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് വീശും. ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട്, ലെഫ്റ്റ് ആ സൈഡല്ലേ, അതാണ് ഇവിടെ വരച്ചു വെച്ചത്. ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആയി അങ്ങോട്ട് പോകും. ഇതേ പരിപാടി എന്ത് ചെയ്യുക, ഇവിടുന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അഥവാ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് സബ് പോളാർ ലോ പ്രഷറിലേക്ക് വിൻഡ് വീശും. കോറിയോളിസ് ആക്ട് പ്രകാരം, കോറിയോളിസ് ഫോഴ്സ് പ്രകാരം റൈറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ആവും, ഇങ്ങനെ പോവും. ഇതാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, റെഡി. ഇതേപോലെ പോളാർ, ഇവിടെ പോളാറാണ്, ഇവിടെ സബ് പോളാറാണ്. പോളാർ ഹൈ പ്രഷറാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. നോർത്തേൺ ഹെമിസ്ഫിയർ റൈറ്റിലോട്ട് ഡിഫ്ലക്ഷൻ. ഇവിടെ ആണെങ്കിൽ തിയറി മനസ്സിലായോ, കാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരുന്നത്, കോറിയോളിസ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്ഷൻ. ഇത് ചിത്രമാണ് എന്ത് ചെയ്ത് ഇവിടെ ഉള്ളത്. ഇത് കുറച്ച് കട്ടിയുള്ള ടോപ്പിക്കാണ്. ക്ലിയർ ആവാത്ത ആൾക്കാർ ഒന്നുകൂടി എന്ത് ചെയ്യണം, ബാക്ക് അടിച്ചിട്ട് കേട്ടു നോക്കുക. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സമയം ഒരുപാട് നീങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 പ്രഷർ ബെൽറ്റുകളും ഈ പ്രഷർ ബെൽറ്റുകൾക്കുള്ള വ്യത്യാസങ്ങളും. ഇവിടെ ഇക്വേറ്ററിൻ്റെ 2 സൈഡിലുള്ള നമ്മൾ പറയുന്ന പേരാണ് ട്രേഡ് വിൻഡ്സ്. എല്ലാ കാലത്തും ഇങ്ങനെ ഇതേ ഡയറക്ഷനിലായിരിക്കും. തൊട്ടും പോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൻ്റെയും സബ് പോളാർ ലോ പ്രഷറിൻ്റെ ഇടയ്ക്കുള്ള ഈ വിൻഡ്
ഈ ഏരിയയിലും ഈ ഏരിയയിലുള്ള വിൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് വെസ്റ്റർലിസ്. ആദ്യത്തത് ട്രേഡ് വിൻഡ് വാണിജ്യവാദങ്ങൾ, രണ്ടാമത് വെസ്റ്റർലിസ് അഥവാ പശ്ചിമവാദങ്ങൾ. പോളാർ റീജിയൻ നിന്നും സബ്പോളാർ റീജിയനിലേക്ക് വീശുന്ന വിൻഡാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ വിൻഡ്സ്. ഓക്കെ, ഇത് മൂന്നും എന്താണ് പെർമനന്റ് വിൻഡിന്റെ എക്സാമ്പിളാണ്. ഇത് എല്ലാ വർഷവും എല്ലാ ദിവസവും ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും വീശിക്കൊണ്ടിരിക്കുക. ഈ സാധനങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഒപ്പിച്ച് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അതങ്ങ് വിട്ടുകളാം. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് എന്താണ്, പെർമനന്റ് വിൻഡിന്റെ ഡയറക്ഷൻസ് ആണ്. പെർമനന്റ് വിൻഡ് ഏതൊക്കെയാണ്? 3 ട്രേഡ് വിൻഡ്, വെസ്റ്റർലിസ്, പോളാർ വിൻഡ്. അത് എവിടുന്ന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നമ്മൾ ആലോചിച്ചൊക്കെ. ഇവിടുന്ന് ഇങ്ങോട്ടും ഈ 2 റീജിയൻ, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, ഈ ഹൈ പ്രഷർ റീജിയൻ ലോ പ്രഷറിലേക്കും, ഈ ഹൈ പ്രഷറിൽ നിന്ന് ഈ ലോ പ്രഷർ, ഈ ഹൈ പ്രഷർ റീജിയൻ നിന്ന് ഈ ലോ പ്രഷർ, ഇതുപോലത്തെ ഒരു കള്ളി ചോദിക്കും. ട്രേഡ് വിൻഡ് ഇവിടെ എന്ത് വരും? രണ്ടാമത്തേത് വെസ്റ്റർലിസ്, ഇവിടെ എന്ത് വരും? പോളാർ വിൻഡ്. ഇവിടെ പശ്ചിമവാദങ്ങൾ തരും. ഇവിടെ എന്ത് വരും? നമ്മുടെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ തരും. എന്നിട്ട് ഇതുപോലെ ചോദിക്കും. നിങ്ങൾ എഴുതി വെക്കണം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ടു എന്താണ്? ഇക്വട്ടോറിയൽ ലോ പ്രഷർ. ഇതേപോലെ എല്ലാ സാധനങ്ങളും എഴുതി കൊടുക്കണം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ടു എന്താണ്? സബ് പോളാർ ലോ പ്രഷർ. ഇവിടെ എഴുതി കൊടുക്കണം പോളാർ ഹൈ പ്രഷർ ടു സബ് പോളാർ ലോ പ്രഷർ. എവിടുന്ന് എങ്ങോട്ട് വീശുന്നു? ഇങ്ങനൊരു കള്ളി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കിട്ടണം. ഉപോഷ്ണ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കും, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കും, പോളാർ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും സബ് പോളാർ അതായത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കും കാറ്റ് വീശുന്നു. എന്ത് ചെയ്യണം? ഈ കള്ളി ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇതുപോലെ റെഡിയാണ്. ഏത് വിൻഡ് തന്നാലും ഈ 3 വിൻഡും പെർമനന്റ് വിൻഡാണ്. എല്ലാ സമയത്തും ഈ വിൻഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് പഠിച്ചു വെക്കണം. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് അത് ക്ലിയർ ആക്കണം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എൻ്റെ എക്സാമ്പിൾസ് കണ്ടില്ല, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വട്ടോറിയൽ റീജിയൻ്റെ കാറ്റില്ലാത്ത റീജിയൻ, നിർബാധ മേഖല, ഡോൾഡ്രം മാർക്ക് ചെയ്ത് കണ്ടോ? ഡോൾഡ്രം ഈ ഗ്രാഫ് നോക്കി വെക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്ക് ചെയ്ത സാധനമാണ്. വടക്ക് കിഴക്കൻ വാണിജ്യ ട്രേഡ് വിൻഡ്സ് 0 30 ഡിഗ്രിൻ്റെ അടുക്ക് ട്രേഡ് വിൻഡ്, അതിൻ്റെ അടുക്ക് വെസ്റ്റർലിസ്, പോളാർ വിൻഡ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഡയറക്ഷനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശമൊക്കെ അതേ ഡയറക്ഷനാണ് വരിക. ഓക്കെ, റെഡിയാണ്. രണ്ടാമത് പീരിയോഡിക് വിൻഡ് അല്ലെങ്കിൽ കാലികവാദങ്ങൾ. വാട്ട് ഈസ് പീരിയോഡിക് വിൻഡ്? ആ പീരീഡ്, ഒരു പീരീഡിൽ ഒരു ഡയറക്ഷൻ ആയിരിക്കും. അതാണ് പീരിയോഡിക് വിൻഡ്. അതായത് ഓരോ പീരീഡിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഒരു പീരീഡിൽ ഒരു ഡയറക്ഷൻ, അടുത്ത പീരീഡ് അടുത്ത ഡയറക്ഷൻ. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പീരിയോഡിക് വിൻഡ്സ് അല്ലെങ്കിൽ കാലികവാദങ്ങൾ. 4 ടൈപ്പ് വിൻഡിൽ രണ്ടാമതാണെന്ത്? പീരിയോഡിക് വിൻഡ്സ് അല്ലെങ്കിൽ കാലികവാദങ്ങൾ. 4 എക്സാമ്പിൾ ഉണ്ട്. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റും കരക്കാറ്റും, എന്താണ് മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസും, പർവ്വതക്കാറ്റ് തൈവക്കാറ്റും, എന്താണ് പിന്നെ മൺസൂൺ. 2 ടൈപ്പ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂണും സൗത്ത് വെസ്റ്റ് മൺസൂണും പറയാനുണ്ട്. കാരണം എന്താ? ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഓക്കെയാണ്, റെഡിയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്, കടൽക്കാറ്റും കരക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഡേ ടൈം, പകൽ സമയത്ത് എവിടെ ചൂട് കൂടുതലായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് ആരാ പെട്ടെന്ന് ചൂടാവുക പകൽ സമയത്ത്? പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാവും. നമ്മുടെ ഒറ്റ കാര്യം ആലോചിക്കുക, ഇത് കര, ഇത് കടൽ. പകൽ സമയം ആര് ചൂടായി? കര ചൂടായി. കര പെട്ടെന്ന് ചൂടാവും. കര പെട്ടെന്ന് ചൂടാവുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ ലോ പ്രഷർ. അപ്പോൾ കരനെ വെച്ച് നോക്കുമ്പം കടലിൽ ഹൈ പ്രഷർ. ഞാൻ പിന്നെയും പറഞ്ഞു, കരയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കടൽ, ലാൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓഷ്യനിൽ എന്താണ്? ഹൈ പ്രഷറാണ്, മർദ്ദം കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഡേ ടൈമിൽ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സീ ടു ലാൻഡ് ഈസ് കോൾഡ് സീ ബ്രീസ്. ഡേ ടൈമിൽ, ഇത് ക്ലിയർ ആയി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. അല്ലെ, ഡേ ടൈമിൽ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. സീ ടു ലാൻഡ്, എവിടെ നിന്നാണോ വീശുന്നതിനനുസരിച്ചാണ് പേര് വരിക. ഇതേ പരിപാടി നൈറ്റ് ആലോചിക്കാം. നൈറ്റ് എന്തായി? ഇവിടെ കര, ഇവിടെ കടൽ. നൈറ്റ് ടൈം ആര് പെട്ടെന്ന് തണുക്കും? കര പെട്ടെന്ന് തണുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കര പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. കര പെട്ടെന്ന് തണുക്കുക എന്ന് പറഞ്ഞാൽ കരൻ്റെ ടെമ്പറേച്ചർ കുറവാണെന്ന് അർത്ഥം. ടെമ്പറേച്ചർ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറാണ്. അപ്പം കരയിൽ ഹൈ പ്രഷർ ആണെങ്കിൽ കരനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, കാരണം എന്താ, നമ്മൾ കടൽ മെല്ലെ തണുത്ത് വരുന്നേ ഉള്ളൂ, കര മെല്ലെ തണുക്കുള്ളൂ. അപ്പോൾ കരനെ വെച്ച് നോക്കുമ്പോൾ കടലിൽ ലോ പ്രഷറാണ്. പിന്നെയും പറയുന്നു, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അത്ര ഇല്ലാത്തതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ലോ പ്രഷർ ആയിരിക്കും, പ്രഷർ കുറവായിരിക്കും. ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അഥവാ കരയിൽ നിന്നും കടലിലേക്ക്
സീയിലേക്ക്, ലാൻഡിൽ നിന്നും സീയിലേക്ക് വിൻഡ് വീശുന്നു, അതാണ് ലാൻഡ് ബ്രീസ്. കാരണം കണ്ടോ, അതാണ് ഈവൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ്, കൂളിംഗ് ആൻഡ് ലാൻഡ് ആൻഡ് സീ. കരയുടെയും കടലിൻ്റെയും അസമമായ ചൂടും തണുപ്പും രണ്ട് കാറ്റുകളും കാരണം വന്നു. കാരണം കടലും കരയും ഒരേ സ്പീഡിലല്ല ചൂടാവുക. ആ ഒരു വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കടൽ കാറ്റും കരക്കാറ്റും ഉണ്ടാവുന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കണം. രണ്ടാമത് മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസും. ലോജിക്കാണ് മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസും. നമ്മൾ ആലോചിച്ച് നോക്കാം. മൗണ്ടെയിൻ ബ്രീസ്, ഒരു തായ്വര എങ്ങനെ നിൽക്കുകയാണ്. ഈ തായ്വരൻ്റെ സമയത്ത് ഇവിടെയാണ് മൗണ്ടെയിൻ. ഈ മൗണ്ടെയിൻ ഡേ ടൈം വന്ന് ആലോചിക്കാം. ഓക്കെ, ഡേ ടൈമാണ്, നൈറ്റ് ആയിക്കോട്ടെ. നൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നല്ല തണുക്കൂലേ. രാത്രി സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഇതൊക്കെ നല്ലോണം തണുത്തിട്ട് എന്ത് ചെയ്യും, ഈ തണുപ്പ് കാരണം എന്ത് ചെയ്യും, ഇവിടുത്തെ എയർ ഇങ്ങനെ താഴോട്ട് പോകും. കാരണം മുകളിൽ താഴോട്ടല്ലേ, ഇതിങ്ങനെ കെർവിൽ നിൽക്കുക. വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ എന്താണ് തണുത്ത ഡെൻസർ എയർ, നല്ല കൂളായിട്ടുള്ള എയർ എന്ത് ചെയ്യും, ഈ പർവ്വതനിരയിൽ കൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെ മൂവ് ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് മൗണ്ടെയിൻ ബ്രീസ് അല്ലെങ്കിൽ പർവ്വതക്കാറ്റ്. നോക്കിക്കോട്ടോ, ഡ്യൂറിങ് നൈറ്റ് എയർ ഓവർ ദി മൗണ്ടെയിൻ സ്ലോപ്സ് കൂൾസ് ആൻഡ് മൂവ്സ് ഡൗൺ സ്ലോപ്പ്. രാത്രി കാലങ്ങളിൽ പർവ്വത ചെരിവുകളിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നു. തണുക്കുമ്പോൾ സങ്കോചിക്കും, വെയിറ്റ് കൂടിയത് കാരണം എന്ത് ചെയ്യും, മറ്റേ പർവ്വത ചെരിവുകളിലൂടെ മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. അത് നമ്മൾ വിളിക്കും മൗണ്ടെയിൻ ബ്രീസ് അല്ലെങ്കിൽ പർവ്വതക്കാറ്റ്. ഇതേ സാധനം നൈറ്റ് ഡേ ടൈമിൽ ആലോചിക്കുക. ഡേ ടൈം പകൽ എന്തായി, നമ്മുടെ താഴത്ത് ഇവിടെ നല്ല ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, പകലാകുമ്പോൾ നല്ല ചൂടായിക്കൂലേ. താഴ്ഭാഗത്ത് ഇവിടെ കുന്നിന് താഴത്ത് ചൂടാവില്ലേ. അപ്പോൾ എന്താണ്, ഈ ചൂട് കൂടുമ്പം എയർ എന്ത് ചെയ്തു, റൈസ് ചെയ്ത് പോലെ. ഈ എയർ റൈസ് ചെയ്ത് പോകുമ്പം എയർ മൂവ്മെൻറ്റ് മേലോട്ടല്ലേ, അതായത് വാലിയിൽ നിന്ന് മുകളോട്ടല്ലേ. അപ്പോൾ അത് നമ്മൾ വിളിക്കും വാലി ബ്രീസ് അല്ലെങ്കിൽ താഴ്വരക്കാറ്റ്. വാലി ബ്രീസ് അല്ലെങ്കിൽ താഴ്വര. ഡ്യൂറിങ് ഡേ ടൈം എയർ ഓവർ ദ വാലി ഗെറ്റ്സ് ഹീറ്റ്. വാലിയിലുള്ള താഴ്ഭാഗത്തുള്ള എയർ ഹീറ്റാവും. then the heated air moves from the valley to mountain. ആ ചൂടായ എയർ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എയർ ഹീറ്റായി കഴിഞ്ഞാൽ മേലോട്ട് നീങ്ങും. ചൂടായ വായു നീങ്ങും, മുകളിലോട്ട് ഇങ്ങനെ നീങ്ങി പോകും. അത് നമ്മൾ പറയുന്നു വാലി ബ്രീസ് അല്ലെങ്കിൽ താഴ്വരക്കാറ്റ്. ക്ലിയർ ആണ്, തൽക്കാലം റിപ്പീറ്റ് ചെയ്ത് കേട്ട് ക്ലിയർ ആക്കണേ. അപ്പോൾ മൂന്നാമത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂണും സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് രണ്ട് ടൈപ്പ് മൺസൂൺ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പീരിയോഡിക് വിൻഡിൽ മൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞു. റെഡി, നോക്കിക്കോട്ടോ. സൗത്ത് വെസ്റ്റ് മൺസൂൺ സമ്മർ സീസൺ. എപ്പോഴാ, സമ്മർ സീസൺ. സമ്മറിൽ ആര് ചൂടാവും, ലാൻഡ് ചൂടാവുമ്പോൾ ടെമ്പറേച്ചർ എവിടെ കൂടും, ലാൻഡിൽ കൂടും. ലാൻഡ് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കുറയും, പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും. എവിടുന്ന് എങ്ങോട്ട് കാറ്റ് വീശും, ഹൈ പ്രഷർ. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ റീജിയനിൽ ഹൈ പ്രഷർ ആവും, ഈ റീജിയനിൽ ഇങ്ങോട്ട് കാറ്റ് വീശും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെയാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ. കണ്ടോ, ഇവിടെ കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയും, ലോ പ്രഷർ. ന്യൂനമർദ്ദ മേഖല ഹൈ പ്രഷർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. റെഡി, അപ്പം ഈ വിൻഡാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും ഇവിടെ ഈ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾ ആലോചിക്കും, ഇതിങ്ങനെ അങ്ങോട്ട് പോയാൽ പോലും റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് ഈ കാറ്റ് കടക്കുന്ന സമയത്ത് കോറിയോളിസ് ഫോഴ്സ് കാരണം റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആയി പോകുന്നതാണ്. അതുകൊണ്ടാണ് ആ റൈറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ആ കാറ്റ് നിൽക്കുന്നത്. ഓക്കെ ആണ്. നോക്കുക, ഡ്യൂറിങ് സമ്മറിൽ ദ ലാൻഡ് മാസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ലോജിക്ക് വെച്ച് പഠിക്കണം, അതേ കണപ്പടം പഠിക്കരുത്. ലാൻഡ് മാസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്, ലാൻഡിൻ്റെയും ചൂടാകും. സ്ട്രോങ്ലി ആൻഡ് ലോ പ്രഷർ ഡെവലപ്പ്, ചൂടാകുമ്പം പ്രഷർ കുറയും, ലോ പ്രഷർ ആകും. ദ വിൻഡ് ബ്ലോ ടുവാർഡ്സ് ലാൻഡ് മാസ് ഫ്രം ദ ഓഷ്യന് പ്രഷർ കൂടുതലായതുകൊണ്ട് ഓഷ്യനിൽ നിന്നും ലാൻഡിലേക്ക് കാറ്റ് വീശും. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഡ്യൂ ടു ദ കോറിയോളിസ് ഫോഴ്സ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇതാണ് നമ്മുടെ ഇന്ത്യൻ്റെ സൗത്ത്, ഇതാണ് വെസ്റ്റ്. ഇതിന് രണ്ടിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ വീശുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ ഈ കാണോ, ആണോ എന്നുവെച്ചാൽ ഈ ഡയറക്ഷനിൽ സൗത്തിൻ്റെയും വെസ്റ്റിൻ്റെയും നടുക്കൂടി വീശുന്നതുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ. ഇവിടെ തെക്കാണ്, ഇവിടെ പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറൻ നടുക്കൂടി വീശുന്നതുകൊണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെയാണ്, കോറിയോളിസ് ഫോഴ്സ് ആണ് ഈ ഡയറക്ഷൻ വലത്തോട്ട് തിരിയാനുള്ള കാരണം. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ത് ചെയ്ത് ക്ലിയർ ആണ്. അത് നമ്മൾ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം.
ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കരുത്. രണ്ടാമത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്. സെയിം ലോജിക്കാട്ടോ, സെയിം ലോജിക്ക് ആലോചിക്കാം. വിൻ്റർ അഥവാ ശൈത്യകാലം. എവിടെ ടെമ്പറേച്ചർ കുറയും, ആര് പെട്ടെന്ന് തണുക്കും വിൻ്ററിൽ? കര പെട്ടെന്ന് തണുക്കും. ടെമ്പറേച്ചർ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൂടുകയെന്ന് അർത്ഥം? പ്രഷർ കൂടുകയെന്ന് അർത്ഥം. പ്രഷർ കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഹൈ പ്രഷർ. കരയിൽ ഹൈ പ്രഷർ ആണെങ്കിൽ കടലിൽ എന്തായിരിക്കും? ലോ പ്രഷർ. എവിടുന്ന് എങ്ങോട്ട് കാറ്റ് വീശും? നിങ്ങൾക്കറിയാം എവിടുന്ന് എങ്ങോട്ട് കാറ്റ് വീശും? ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് വീശും? കാറ്റ് വീശും. അത്രയെല്ലാം നമ്മൾ ഈ പറഞ്ഞ സെയിം ലോജിക്കൽ ചിത്രം വരച്ചു വെച്ചോണ്ടോ അവിടെ. ഓക്കെ ആണോ? ഹൈ പ്രഷർ ടു ലോ പ്രഷർ എന്ത് വീശും? കാറ്റ് വീശും. ഓക്കെ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ കാറ്റ് വീശും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഓക്കെ ആണ്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. കണ്ടോ, ഇതും കണ്ടോ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന കാഴ്ച. വലത്തോട്ട് റൈറ്റിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡല്ലേ? കാരണം എന്താ? കോറിയോളിസ് ഫോഴ്സാ. കാരണം അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയൂലേ? കണ്ടോ, ഇങ്ങനെ വരേണ്ട കാറ്റേനും റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നു. അതാണ് എന്ത്? കോറിയോളിസ് ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ്. ഓക്കെ, റെഡി? എന്ത് ചെയ്യുക? ചിത്രത്തിൽ അറിയാത്ത ക്ലിയർ ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ഒന്നും ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്നും എന്ത് ചെയ്യുക? നമ്മുടെ ഹൈ പ്രഷറും ടെമ്പറേച്ചർ കൂടുന്നതും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കണക്ട് ചെയ്ത് ലോജിക്ക് വെച്ചിട്ട് പഠിക്കുക. ഡേ ടൈം ആകുമ്പോൾ എവിടെയാണ് ടെമ്പറേച്ചർ കൂടുന്നതെന്നും നൈറ്റ് ആകുമ്പോൾ എവിടെയാണ് ടെമ്പറേച്ചർ കുറയുന്നതെന്നും അതുകൊണ്ട് എങ്ങനെയാണ് പ്രഷർ മാറുന്നതെന്നും പ്രഷർ മാറുന്ന ഐഡിയ കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യും? എവിടെ നിന്ന് എങ്ങോട്ടാണ് വിൻഡ് പോകുന്നതെന്നൊക്കെ കിട്ടും. ഓക്കെ, ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? വരുന്നത് കൊണ്ട് ഇതെന്താണ്? നമ്മുടെ ഈസ്റ്റ് സൈഡ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗമാണ്. ഇതെന്താണ്? വടക്ക് സൈഡിൽ നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഇതിന് രണ്ടിൻ്റെ നടുഭാഗത്തിൽ ഒരു ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്. കിട്ടിയില്ലേ? കിട്ടൂലേ? പീരിയോഡിക് വിൻഡ്. പീരീഡ് അനുസരിച്ച് വിൻഡ് ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് വിൻഡ്. 3 ടൈപ്പ്. ഓക്കെ, ലാൻഡ് ബ്രീസും സീ ബ്രീസും, മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസും, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും കരക്കാറ്റും കടൽക്കാറ്റും. ലാസ്റ്റ് 2 ടൈപ്പ് മൺസൂണും. ക്ലിയർ അല്ലേ? ലോജിക്ക് വെച്ചിട്ട് പഠിക്കണം, ബൈ ഹാർട്ട് പഠിക്കരുത്. അടുത്തത് ലോക്കൽ വിൻഡ് അല്ലെങ്കിൽ പ്രാദേശിക വാദങ്ങൾ അഥവാ പ്രാദേശിക കാറ്റുകളെ പേരിന് ലോക്കൽ. ഒരു ചില ഏരിയയിൽ മാത്രമേ ഉണ്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു ലോകം മുഴുവനിലാണ്, അവിടെ ഉള്ളതാണ്, ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് ഓരോ ഏരിയയിലുള്ള പ്രഷർ വ്യത്യാസത്തിനനുസരിച്ച്. കാരണം പ്രഷർ ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറവും മാത്രമല്ലേ അവിടെ വിൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ റീജിയൻസിലും ലോകത്തിന് ഓരോ മൂലയിലുള്ള പ്രഷർ വ്യത്യാസത്തിനനുസരിച്ച് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ വിൻഡ് അല്ലെങ്കിൽ പ്രാദേശിക കാറ്റുകൾ. ലോക്കൽ വിൻഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോക്കൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ പ്രഷർ ഡിഫറൻസ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ താപനിലയും മാനദണ്ഡത്തിലും വ്യത്യാസം കാരണമായി രൂപം കൊള്ളുന്നതാണ് പ്രാദേശിക കാറ്റുകൾ. 4 എക്സാമ്പിൾ. ഓക്കെ, ലൂ എവിടെയാണ്? നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഹോട്ട് വിൻഡാണ്, ചൂട് കാറ്റാണ്. രണ്ടാമത് ചിനൂക്ക്, വടക്കേ അമേരിക്കയിൽ റോക്കി പഠിച്ചു വെക്കുക. റോക്കി ചിനൂക്ക് പഠിച്ചു വെക്കാൻ എൻ്റെ കുട്ടികൾ പറയുന്നുണ്ട്. റോക്കി ചിനൂക്ക് ആ ഒരു കോഡ് പഠിച്ചു വെക്കുക. റോക്കി മൗണ്ടൻസിൽ ചിനൂക്ക്. കാരണം നമ്മൾ തൊട്ടതായിട്ട് ആൽപ്സ് പഠിക്കുന്നുണ്ട്. ആൽപ്സ് മൗണ്ടൻ എവിടെയാണ്? ഫൊൻ എന്ന് പറയുന്ന ലോക്കൽ ആൽപ്സ് മൗണ്ടനിലുള്ള വിൻഡിൻ്റെ പേരാണ് ഫൊന്ന്. അപ്പോൾ എന്താണ്? സഹാറ ഡെസേർട്ടിൽ ഹർമാറ്റൻ. ആ കിട്ടണം കേട്ടോ. ഹർമാറ്റൻ ലോക്കലി. ഓക്കെ, അപ്പം ലൂ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആയതുകൊണ്ട് കിട്ടും. മറ്റേന്താണ്? ചിനൂക്ക്, റോക്കി ചിനൂക്ക്. അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. റോക്കി ചിനൂക്ക്. റോക്കി എന്ന് കണ്ടാൽ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ തൊള്ളയിൽ ചിനൂക്ക് എന്ന് വരണം. അതാണ് പോയിന്റ്. റോക്കി ചിനൂക്ക്. അപ്പം എന്ത് ചെയ്യും? റോക്കി. അപ്പോൾ ആൽപ്സ് എന്താണ്? ഫൊന്നാന്ന് കിട്ടും. സഹാറ ഹർമാറ്റൻ കിട്ടണം. സഹാറ പോയിട്ട് ഹർമാറ്റൻ. ഇതിൻ്റെയൊക്കെ എന്തും പഠിക്കാം. ഡ്രൈ ഹോട്ട് വിൻഡാണ്. രണ്ടും എന്താണ്? ചൂടുള്ളതാണ്, വരണ്ട ഉഷ്ണക്കാറ്റുകളാണ്. മറ്റേത് എന്താണ്? വലിയ ചൂടൊന്നും ഇല്ലാത്ത ഒരു ഏകദേശം തണുപ്പുള്ള എന്താണ്? കൊടുംചൂടിന് ശമനമേകുന്ന ടൈപ്പ് ഹർമാറ്റൻ. ഇത് സഹാറ മരുഭൂമി നല്ല ചൂടായിരിക്കും, അതിന് കുറച്ച് ചൂട് കൊടുക്കുന്ന ഒരു ടൈപ്പ് കാറ്റാണ് ഇത് ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ്. 4ാമത്തെ ഇമ്പോർട്ടൻറ്റ് വിൻഡാണ് എന്ത്? വേരിയബിൾ വിൻഡ്. വേരിയബിൾ അഥവാ അസ്ഥിരം. പേര് തന്നെ കേട്ടോ, വേരിയബിൾ ആണ്. വ്യത്യാസം ഉണ്ടാവും നമുക്ക്. ഈ വേരിയബിൾ ചില ആൾക്കാർ ക്ലാസ് വരുന്ന പോലെയാണ്. എപ്പോൾ വരുന്നോ, എങ്ങനെ പോകുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് എവിടെ നിന്ന് വരുന്നോ, എത്ര പവറിൽ വരുന്നോ, ഇതിൽ പറയുന്ന പോലെ എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു ഒന്നും പറയാൻ പറ്റില്ല. അതാണ് എന്ത്? വേരിയബിൾ വിൻഡ്സ്. വിൻഡ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ഇൻറ്റൻസിറ്റി ഓർ ഡയറക്ഷൻ കനോട്ട് ബി പ്രഡിക്റ്റഡ് ആർ കോൾഡ് വേരിയബിൾ വിൻഡ്സ്. തീവ്രതയോ ദിശയോ പ്രവചിക്കാൻ കഴിയാത്ത ഹ്രസ്വകാലത്തായിരിക്കും. അത് വന്നിട്ട് അങ്ങ് പോകും. എവിടുന്നോ പെട്ടെന്നൊരു കാറ്റങ്ങ് വീശും, അത് കുറച്ച് പണിയൊക്കെ തന്നിട്ട് അങ്ങ് തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ വിൻഡ്സ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ. അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അത് ക്ലിയർ ആവും. സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺ. നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സൈക്ലോൺ വരാമെന്ന് പറഞ്ഞിട്ടാണോ വരിക? അല്ലല്ലോ. സൈക്ലോൺ എന്താ? ചുഴലിക്കാറ്റ് ഒരു വരവായിട്ട് വരും, കുറേ നാശനഷ്ടം ഉണ്ടാക്കി മൂപ്പരങ്ങ് തിരിച്ചു പോകും.
അതാണ് വേരിയബിൾ വിൻഡ്സ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ. രണ്ടെണ്ണം പഠിക്കുകയാണ്. ഒന്ന് സൈക്ലോൺസ്, രണ്ടെന്താണ് ആൻറ്റി സൈക്ലോൺസ്. ഓക്കെ, റെഡിയാണ്? സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. സൈക്ലോൺസ് നമുക്ക് കുറച്ച് പഠിക്കാണ്ട്. ഓക്കെ, സൈക്ലോൺസ് ആർ ദി ലോ പ്രഷർ സിസ്റ്റം ടുവാർഡ് ദി വിച്ച് അത് നോക്കാം, വായിച്ചു നോക്കണം, നമ്മൾ ശ്രദ്ധിച്ചോണം. സൈക്ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനോ ഇൻറ്റൻസിറ്റിയോ തീവ്രതയോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സൈക്ലോൺസ്. ഓക്കെ, റെഡിയാണ്? ഈ സൈക്ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു പ്രഷർ, ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു പ്രഷർ ഇങ്ങനെ നിൽക്കാം. പെട്ടെന്ന് ഒരു സ്ഥലത്ത് ലോ പ്രഷറായി, എന്തെങ്കിലും കാരണം കൊണ്ട്, ഇടിമിന്നൽ കൊണ്ടോ എന്തെങ്കിലും അല്ലാത്ത എന്തെങ്കിലും അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് കൊണ്ടോ പെട്ടെന്നൊരു സ്ഥലത്ത് എന്തായി? ലോ പ്രഷറായി. നോക്കിക്കോട്ടോ, പെട്ടെന്നൊരു സ്ഥലത്ത് ലോ പ്രഷറായി. അപ്പോൾ ഈ നടുവിലെ സ്ഥലത്ത് ലോ പ്രഷർ ആയതും ഇതിനെ കമ്പയർ നോക്കുമ്പം, ഈ ലോ പ്രഷറിനെ കമ്പയർ നോക്കുമ്പം ചുറ്റും എന്താണ്? ഹൈ പ്രഷറാണ്. ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ഹൈ പ്രഷറാണ്. ഞാൻ പിന്നെയും പറഞ്ഞു, നടുത്തതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം 4 സൈഡും എന്താണ്? ഹൈ പ്രഷറാണ് അല്ലേ? നടുത്തതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം 4 സൈഡും എന്താണ്? ഹൈ പ്രഷറാണ്. ഓക്കെ ആണ്? ഇവിടെ ഓക്കെ, നോക്കിക്കോട്ടെ, ഇവിടെ വരയ്ക്കാതെ കുറച്ചൊന്നല്ലേ. നടുവിൽ പെട്ടെന്നൊരു സ്ഥലത്ത് ലോ പ്രഷർ ആവും, ഇതിന് ചുറ്റും 4 ഏരിയ എന്താവും? ഹൈ പ്രഷർ. ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ. കാരണം എന്താ? ഇവിടെ ലോ ആയിപ്പോയി. ശരിക്കും ചുറ്റുവട്ടത്ത് കൂടിയതല്ല, നടുവിൽ ഭാഗത്ത് മാത്രം കുറഞ്ഞതാണ്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നടുവിനേക്കാൾ കൂടുതലല്ലേ 4 സൈഡിലും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നടുവിൽ എന്താണ്? ലോ പ്രഷർ, പെട്ടെന്ന് പ്രഷറായിട്ട് കുറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എവിടുന്ന് എങ്ങോട്ട് വിൻഡ് മൂവ് ചെയ്യും? ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ അല്ലേ? ചൊല്ലി പഠിച്ചില്ലേ? ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് വീശും? കാറ്റ് വീശും. റെഡിയാണ്? ഇനി നമ്മളിവിടെ ട്വിസ്റ്റ് വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ. ഡയറക്ഷൻ എങ്ങോട്ടാ? കോറിയോളിസ് ഫോഴ്സ് കാണാപ്പാടം ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടായിരിക്കും. ഇങ്ങനെ പോകുന്ന കാറ്റ് റൈറ്റിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ കാറ്റ് ഇവിടെ ഉണ്ടാവില്ല. ഏത് ഡയറക്ഷനിലേക്കും പോവുക? ഇങ്ങനെയാണ് പോവുക. ഇങ്ങോട്ട് പോകേണ്ട കാറ്റിന് പകരം ഈ കാറ്റ് ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകേണ്ട കാറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഈ ഡയറക്ഷനിൽ പോകുന്നത്, ഇങ്ങനെ പോകുന്നത് എന്ത് പറയും? ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് അതേ ഡയറക്ഷനിൽ പോകുന്നത് നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലിയർ ആണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ചക്രവാതങ്ങൾ, സൈക്ലോൺസ് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രഷർ സിസ്റ്റം ടുവാർഡ് വിച്ച് വിൻഡ് വേൾഡ് ഫ്രം ദി സറൗണ്ടിങ്സ്. ചുറ്റുഭാഗത്തു നിന്നും വിൻഡ് ചുഴറ്റി അടിക്കുന്ന നടുവിഭാഗത്തുള്ള ഒരു ന്യൂനമർദ്ദ മേഖല, ഒരു ലോ പ്രഷർ ബെൽറ്റാണ് സൈക്ലോൺ അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ ചക്രവാതങ്ങൾ. നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ അല്ലേ? പെട്ടെന്നൊരു സ്ഥലത്ത് എന്ത് ചെയ്യും? ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദവും അപ്പോൾ ചുറ്റുവട്ടം എന്ത് ചെയ്യും? കാറ്റ് വീശും. അതിന് ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? നോർത്തേൺ ഹെമിസ്ഫിയറും സൗത്തേൺ ഹെമിസ്ഫിയറും നമ്മൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? സൈക്ലോൺസ് ആർ ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ നേരത്തെ ചിത്രം വരച്ചില്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നേരെ തിരിച്ചയക്കൂലേ? ക്ലോക്ക് വൈസ് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ. സൗത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. നേരെ തിരിച്ചാലോചിക്കുക, ഇതേ സാധനം എങ്ങനെ തന്നെ വരയ്ക്കും. അതിൻ്റെ റൈറ്റ് എന്താവും? ലെഫ്റ്റ് ആവും. ലെഫ്റ്റ് ആവുമ്പോൾ എന്ത് മാറും? ഇങ്ങനെ വരുന്നത് എന്താവും? ഇങ്ങനെ വരേണ്ടത് റൈറ്റ്, ലെഫ്റ്റ് ആവുമ്പം ഇങ്ങോട്ട് വരും. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, ആൻറ്റി ക്ലോക്ക് വൈസ് സൗത്തേൺ ഹെമിസ്ഫിയർ. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ എന്താണ്? ലോ പ്രഷർ. സോറി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞ സാധനം തന്നെ ആൻറ്റി സൈക്ലോണാണ് പറയുന്നത്. എങ്ങനെയാണ് നോർത്ത് ക്ലോക്ക് വൈസ്? ഞാൻ സ്റ്റെക്കായി പോയി. ക്ലോക്ക് വൈസ് എങ്ങനെയാണ്? നമ്മൾ സെയിം ലോജിക്ക് തന്നെ. ഹൈ പ്രഷർ ടു ലോ പ്രഷർ നേരത്തെ വരച്ചോണ്ട് തന്നെ. നീ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോവാ? ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് വെച്ചാൽ അങ്ങടാ ഇങ്ങോട്ടല്ലേ? നേരത്തെ നമ്മൾ എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ പറഞ്ഞപ്പം എന്താക്കി? സൗത്ത് ആക്കുമ്പോൾ എന്താവും? ഇവിടെ സൗത്ത് വെച്ച്. സൗത്ത് ആകുമ്പം സൗത്തേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ആവും. ഇത് ലെഫ്റ്റ് ആവും. ഇത് ഇങ്ങോട്ട് ലെഫ്റ്റ് ആവും. ഇത് ഇങ്ങോട്ട് ലെഫ്റ്റ് ആവും. അപ്പോൾ ഏത് ഡയറക്ഷൻ ആവും? ക്ലോക്ക് വൈസ് ആവും. ഇങ്ങനെയല്ലേ പോണത്? ഇങ്ങനെ പോയാൽ ഏതാണ് ഡയറക്ഷൻ? ഇങ്ങനെ പോയാൽ ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആ നോർമൽ ലോജിക്, കോറിയോളിസ് ഫോഴ്സിൻ്റെ നോർമൽ ലോജിക്ക് വെച്ചിട്ട് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്ത് ചെയ്യുക? ലോ പ്രഷർ സൈക്ലോൺസിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ സൈക്ലോൺ പഠിക്കുമ്പോൾ ആദ്യം ഓർമ്മിച്ച് വെക്കേണ്ടത് സൈക്ലോണിൽ ലോ പ്രഷർ ആയിരിക്കും സെൻറ്ററിൽ. ലോ പ്രഷർ സെൻറ്റർ, ചുറ്റും ഹൈ പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും.
പുറത്തുനിന്ന് ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും എന്ന് നിങ്ങൾ ആലോചിക്കുക. സൗത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലേക്ക് വരച്ചു കൊടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ്. നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ റൈറ്റിലോട്ട് വരച്ചു കൊടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ്. സൗത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് ഇതല്ലേ, ഇതിൻ്റെ ലെഫ്റ്റ് ഇതല്ലേ, അപ്പം ലെഫ്റ്റിലേക്ക് വരച്ചു കൊടുക്കുക. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകുമ്പോൾ അത് ക്ലോക്ക് വൈസ് അല്ലേ, ആ ലോജിക്ക് വെച്ചിട്ട് പഠിച്ചു വെക്കുക. നോർത്തേൺ ഹെമിസ്ഫിയർ സൈക്ലോണിൽ എന്തായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, സൈക്ലോണ് സൗത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ലോജിക്ക് വെച്ചിട്ട് പഠിച്ചു വെക്കുക. ഘടികാര ദിശയും എതിർ ഘടികാര ദിശയും, ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയും എതിർ ഘടികാര ദിശയും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമായിരിക്കും. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ന്യൂനമർദ്ദ മേഖല നടുവിൽ ചുറ്റുഭാഗത്തു നിന്നും കാറ്റ് ചുഴറ്റി വീശും, അതാണ് ചക്രവാതം. സൈക്ലോൺസ് ആർ ടു ടൈപ്സ്, ട്രോപ്പിക്കൽ സൈക്ലോൺ ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺ. അതിനൊരു സിമ്പിൾ കളിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, ട്രോപ്പിക്കൽ സൈക്ലോൺ, ടെമ്പറേറ്റ് സൈക്ലോൺ. ഒന്നാമത് ഡെവലപ്ഡ് ഓവർ ട്രോപ്പിക്കൽ റീജിയൻ, മറ്റേതെവിടെ ടെമ്പറേറ്റ് റീജിയൻ, ഉഷ്ണമേഖല രൂപം കൊള്ളുന്നു, മിതോഷ്ണ മേഖല രൂപം കൊള്ളുന്നു. രണ്ടാമത്തത് ലെസർ ഇൻ ഡയമീറ്റർ, വ്യാപ്തി, ആ ഏരിയ കുറവായിരിക്കും. മറ്റേത് ടെമ്പറേറ്റ് റീജിയനിലുള്ളതിന് ഡയമീറ്റർ അഥവാ വ്യാപ്തി എന്തായിരിക്കും, കൂടുതലായിരിക്കും. മറ്റെന്താണ് ഡിവാസ്റ്റീവ്, നാശനഷ്ടങ്ങൾ എന്തിനു കൂടുതലായിരിക്കും, ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖലയ്ക്ക് എന്തായിരിക്കും കൂടുതലായിരിക്കും, കൂടുതൽ നാശകാരികളൊക്കെ. മറ്റെന്തായിരിക്കും, ലെസ് ഡിവാസ്റ്റീവ്. അപ്പോൾ ഡയമീറ്റർ ആർക്കാ കുറവ്, ട്രോപ്പിക്കലാണ് കുറവ്. ഡിവാസ്റ്റിവിറ്റി കൂടുതൽ നാശനഷ്ടം വരുത്തുകാരാണ്, ഡിവാസ്റ്റീവ് ആരാണ്, ട്രോപ്പിക്കലാണ്. അപ്പോൾ ഡയമീറ്റർ കുറയുമ്പോൾ ഡിവാസ്റ്റിവിറ്റി കൂടി. ആ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കി. ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, ബാക്കി 4 എന്ത് ചെയ്യാൻ കിട്ടും, എഴുതാൻ കിട്ടും. ഓക്കെ. പിന്നെന്താണ്, ഒറിജിനേറ്റ് ഓവർ ട്രോപ്പിക്കൽ ഓഷ്യൻസ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ട്രോപ്പിക്കൽ ഓഷ്യൻസിൻ്റെ മുകളിലാണ് രൂപപ്പെടുക. പക്ഷേ ടെമ്പറേറ്റ് സൈക്ലോൺ അല്ലെങ്കിൽ മിതോഷ്ണ മേഖലയിലുള്ള ചക്രവാതങ്ങൾ ഓഷ്യൻ്റെ മുകളിലും ലാൻഡിൻ്റെ മുകളിലും എന്ത് ചെയ്യും, രൂപപ്പെടും. ഓക്കെയാണ്. നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺസിന് കുറച്ച് പ്രത്യേക പേരുകളുണ്ട്. ഹരിക്കൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോസ് എന്നൊക്കെ പറയുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ വെവ്വേറെ പേരുകളാണ്. മറ്റൊന്നെന്താണ്, നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ പോയിന്റ്, ടെമ്പറേറ്റ് സൈക്ലോൺസ് രൂപപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞു ലോ പ്രഷറാണ് സെൻട്രൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക, ചുറ്റും ഹൈ പ്രഷർ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുന്നതാണ് പറഞ്ഞു. അതെ, ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രഷർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ടെമ്പറേറ്റ് സൈക്ലോൺസ് അഥവാ മിതോഷ്ണ ചക്രവാതങ്ങൾ രൂപപ്പെടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾഡ് എയറും ഒരു വാം എയറും വരും. ഓക്കെ, കോൾഡ് എയറും വാം എയറും വന്നിട്ട് മീറ്റ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു ഒരു തണുത്ത വായും, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തണുത്ത വായും ഇവിടുന്ന് ചൂടുള്ള വായും വന്നിട്ട് ടെമ്പറേറ്റ് റീജിയൻ, കാരണം എന്താ പോളാറിൽ നിന്ന് തണുത്ത വായും വരും, ഇക്വട്ടോറിയയിൽ നിന്ന് ചൂടുള്ള വായും വരും. കാരണം എന്താ, ടെമ്പറേറ്റ് റീജിയൻ ഏതാണ്, നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാ, ഇവിടെ ഇക്വറ്ററും ഇവിടെ പോളാറും. ഇതിന് നടുക്കുള്ള സ്ഥലമല്ലേ ടെമ്പറേറ്റ് റീജിയൻ. ഇവിടുന്ന് ചൂടുള്ള കാറ്റും വരും, ഇവിടുന്ന് തണുത്ത കാറ്റും വരും, ഇവിടെ ഒന്ന് കൂട്ടിമുട്ടും. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു എയർ എന്ത് ചെയ്യും, റൈസ് ചെയ്ത് പോകും. അങ്ങനെ അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അങ്ങനെയാണ് നമ്മളെ മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് രൂപപ്പെടുന്നത്. ആ വ്യത്യാസം കിട്ടിയല്ലോ, എവിടെ രൂപപ്പെടുന്നു, ഏതാണ് ഡയമീറ്റർ കുറവ്, ഏതാണ് കൂടുതൽ. ഈ ഡയമീറ്ററിനും ഡിവാസ്റ്റിവിറ്റിനും ഒറ്റ പോയിന്റ് മാത്രം പഠിച്ചു വെക്കുക. നിങ്ങൾ ഒറ്റ പോയിന്റ് പഠിക്കുക, ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതത്തിൽ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാപ്തി കുറവാണെന്ന് മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങളായിരിക്കും വ്യാപ്തി കുറവാണെങ്കിൽ അതിലെന്തായിരിക്കും, ഡിവാസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്താൽ മതി, മറ്റേ സൈഡിൽ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഒറ്റ ഒന്ന് പഠിച്ചാൽ അത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതുക, ഇത് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് മറ്റേ സൈഡിലും എഴുതി കൊടുക്കുക. പിന്നെ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നമ്മുടെ കോൾഡ് എയറും അതായത് ശീതവായും ഉഷ്ണവായും തമ്മിൽ സന്ധിക്കുന്ന മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺസ് രൂപപ്പെടുന്നത്. Tropical cyclones moving in northwest direction over the oceans, okay, get dissipated on hitting the lands. Land ഹിറ്റ് ചെയ്യുമ്പോൾ കരയിലെത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ തീർന്നു പോകും. നമ്മളിവിടെ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്, ഉഷ്ണമേഖല ചക്രവാതങ്ങൾ സമുദ്രങ്ങൾക്ക് മുകളിലാണ് രൂപപ്പെടുന്നത്. മറ്റേത് ചെയ്യുന്നു, സമുദ്രത്തിനും കരയിലും മുകളിൽ, ലാൻഡിൻ്റെയും ഓഷ്യൻ്റെയും മുകളിൽ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഓഷ്യൻ്റെ മുകളിൽ മാത്രം രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ലാൻഡിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ഓൺ ലാൻഡ്, ഓൾസോ ദ ഫ്രിക്ഷൻ കോസ് ദ ഡിസിപ്പേഷൻ ഓഫ് സൈക്ലോൺസ് എന്തറിയുന്ന ലാൻഡിലേക്ക് എത്തുന്ന സമയത്ത് ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം, ലാൻഡിൻ്റെ പല സ്ഥലങ്ങളും പല ടെമ്പറേച്ചറാണ്, പിന്നെ കുറേ ഫ്രിക്ഷനൊക്കെ കാരണം നമ്മുടെ ഈ ഘർഷണവും ടെമ്പറേച്ചറിൽ താപനിലയിലുള്ള വ്യത്യാസമൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലാൻഡിൽ അഥവാ കരയിലെത്തുന്ന സമയത്ത് നമ്മുടെ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ അഥവാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇല്ലാതായി പോകുന്നത് എന്നുള്ള പോയിന്റ് പഠിച്ചു വെക്കുക. വേരിയബിൾ വിൻസ് 2 സൈക്ലോൺ ആൻഡ് ആൻറ്റി സൈക്ലോൺ. സൈക്ലോൺ 2 ടൈപ്പ്,
ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വെക്കുക. രണ്ടാമതാണ് ആൻറ്റി സൈക്ലോൺസ്. എന്താണ് ആൻറ്റി സൈക്ലോൺസ്? ശ്രദ്ധിച്ചോട്ടോ. അഥവാ പ്രതിചക്രവാതങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞു പെട്ടെന്നൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ലോ പ്രഷർ അഥവാ ന്യൂനമർദ്ദം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഹൈ പ്രഷറിൽ നിന്നും നടുവിലേക്ക് കാറ്റ് വീശുന്ന പരിപാടിയാണ് സൈക്ലോൺസ്. ഇത് നേരെ ഓപ്പോസിറ്റ്. പെട്ടെന്നൊരു സ്ഥലത്ത് എന്ത് ചെയ്തു, ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നോർമലി നിൽക്കുന്ന സ്ഥലമാണ്. പെട്ടെന്ന് സ്ഥലത്ത് എന്ത് ചെയ്തു, ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ചുറ്റും സ്ഥലത്തുണ്ടാവും ലോ പ്രഷറാവും. ഇവിടെ ലോ പ്രഷർ, ഇവിടെ ലോ പ്രഷർ, ഇവിടെ ലോ പ്രഷർ, ഇവിടെ ലോ പ്രഷർ. എവിടെ നിന്ന് എങ്ങോട്ട് കാറ്റ് വീശും? സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഹൈ പ്രഷർ ടു ലോ പ്രഷർ, ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഇത് ക്ലിയർ ആണ്. അപ്പം സൈക്ലോണും ആൻറ്റി സൈക്ലോണും തമ്മിലുള്ള വ്യത്യാസം, സൈക്ലോണിൻ്റെ സെൻട്രലിൽ ലോ പ്രഷർ ആയിരിക്കും, ആൻറ്റി സൈക്ലോൺ പ്രതിചക്രവാതങ്ങളുടെ സെൻട്രലിൽ എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എവിടെ നിന്നാണോ ഹൈ പ്രഷർ ഉള്ളത് അവിടെ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും. എന്നിട്ട് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് ആലോചിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരധ്രുവം എങ്ങോട്ടാ? ഉത്തരധ്രുവത്തിൽ കാറ്റ് എങ്ങോട്ട് വീശും? വലത്തോട്ട്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാറ്റിൻ്റെ വലത്തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടല്ലേ? അപ്പോൾ എന്താ, ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടല്ലേ വീശാം. അപ്പോൾ ഇങ്ങോട്ട് ഇതിങ്ങനെ പോകുമ്പോൾ റൈറ്റ് നിന്ന് ഇങ്ങോട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ബൈ ഹാർട്ട് പോലും പഠിക്കണം, നമുക്ക് ലോജിക്കാം. ഹൈ പ്രഷറാണ്, ഉള്ളിൽ നിന്ന് ആലോചിക്കുക, പുറത്തേക്ക് വരയ്ക്കുക, എന്നിട്ട് ആലോചിക്കുക റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന എന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ എന്തായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, ഘടികാര ദിശയിൽ ആയിരിക്കും. ഓക്കെ ആണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, എതിർ ഘടികാര ദിശ, നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആലോചിക്കുക. എന്ത് ചെയ്യുക, സൗത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ എന്താവും, സൗത്ത് ആകുമ്പം ലെഫ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ പോകുന്ന കാറ്റ് ഇങ്ങനെ എങ്ങോട്ടാവും, തിരിച്ചു പോകുന്ന പറഞ്ഞാൽ എന്താ, തിരിച്ച് ഇങ്ങനെ പോകുന്ന വെച്ചാൽ ഏതാ ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ ആകെ രണ്ട് കാര്യം എന്താണ്, സൈക്ലോണിൻ്റെയും ആൻറ്റി സൈക്ലോണിൻ്റെയും 4 ഡയറക്ഷൻ പഠിക്കാൻ ആകെ ചെയ്യാനുള്ളത്, ഒന്നെങ്കിൽ 4 കാണപ്പാടം പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിത്രം വരച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ ഡയറക്ഷൻ പഠിക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ കണക്ട് ചെയ്ത് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രതിചക്രവാദങ്ങൾ അല്ലെങ്കിൽ ആൻറ്റി സൈക്ലോൺസ്, ദ ഹൈ പ്രഷർ ഡെവലപ്സ് അറ്റ് ദ സെൻറ്റർ സറൗണ്ടഡ് ബൈ ദ ലോ പ്രഷർ സോൺസ്. ആണ് പെട്ടെന്ന് ലോ പ്രഷർ സോൺ ചുറ്റുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഹൈ പ്രഷർ സെൻറ്റർ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക, ചുറ്റും സ്ട്രോങ് വേൾഡ് വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സെൻറ്റർ ടു സറൗണ്ടിങ്. സെൻറ്റർ ഭാഗത്തു നിന്നും ചുറ്റിലേക്ക് എന്ത് ചെയ്യുക, കാറ്റ് ചുഴറ്റി വീശുന്നതാണ് പ്രതിചക്രവാതങ്ങൾ. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. എന്താണ് ഹ്യൂമിഡിറ്റി റിലേറ്റഡ് നമുക്ക് 5 ടേംസ് പഠിക്കേണ്ട. നമ്മൾ 5 എന്ത് ചെയ്യും, ഇപ്പോൾ തന്നെ ഇരുന്നിരിപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുക, ഒരു പെൻ എടുക്കുക, പേപ്പർ എടുക്കുക, എഴുതിയിട്ട് പഠിച്ചോളാം. ഓക്കെ, ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്താണ്? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കുറേ വാട്ടർ വേപ്പർ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ കാണാത്ത അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. അന്തരീക്ഷത്തിലെ അദൃശ്യമായി കാണുന്ന നിലകൊള്ളുന്ന ജലാംശത്തിന് നമ്മൾ വിളിക്കും ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. ഫസ്റ്റ് ടേം ക്ലിയർ. എന്താണ്, അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എയർ. ഒരു നിശ്ചിത വ്യാപ്തം. ഞാൻ ഇതും ഇങ്ങനൊരു പീസ് എയർ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് നോക്കി ഇതിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ടെന്ന്. അത് നമ്മൾ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കേവല ആർദ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയം എയർ, ഒരു എയറിൻ്റെ പീസ് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ലാബിലിട്ട് ഇങ്ങനെ നോക്കി, അതിനുള്ളിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ട് നമ്മൾ പറയുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. നോർമലി നമ്മൾ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പർ നമ്മൾ പറയും ഹ്യൂമിഡിറ്റി. ഒരു യൂണിറ്റ് വോളിയം എന്താണ്, ഒരു നിശ്ചിത വ്യാപ്തം എടുത്തിട്ട് പറഞ്ഞാൽ അതിനെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഓക്കെ ആണ്. അടുത്തത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഞാൻ പറഞ്ഞു ഒരു ഏരിയ പീസ് എടുത്ത് നോക്കുമ്പോൾ ഇത്ര വാട്ടർ വേപ്പർ ഉണ്ടെന്ന് കാണും, അതിന് നമ്മൾ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. പക്ഷേ ഈ ഏരിയക്ക് അറ്റ്മോസ്ഫിയറിന് കുറേ വാട്ടർ വേപ്പർ കൊള്ളാനുള്ള സ്ഥലം ഉണ്ടല്ലോ, മനസ്സിലെ ചിലപ്പോൾ എന്തായിരിക്കും, ഈ എയർ പീസ് എടുത്തപ്പോൾ 15 വാട്ടർ മോളിക്യൂൾ കൊള്ളാനുള്ള സ്ഥലമുണ്ട്, അതിൽ എത്ര എണ്ണം ഉള്ളൂ, 15 എണ്ണം ഉള്ളൂ. ആ റേഷ്യോ, അതായത് എത്ര റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. കേവല ആർദ്രത, അതായത് നമ്മൾ യൂണിറ്റ് വോളിയത്തിലുള്ള അളവ് അന്തരീക്ഷത്തിൻ്റെ ആകെ ജല ആഗിരണ ശേഷി, അഥവാ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് ഒരു എയർ കോളമാണ്. ഞാൻ എടുത്തൊരു എയർ കോളത്തിൽ 10 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, 10 എണ്ണം ഉള്ളത്. പക്ഷേ ആകെ എത്ര എണ്ണം കൊള്ളാനുള്ള സ്ഥലമുണ്ട്, 15 എണ്ണം കൊള്ളാനുള്ള സ്ഥലമുണ്ട്. ആ ഒരു റേഷ്യോ 15 എണ്ണം കൊള്ളാൻ, ഈ അറ്റ്മോസ്ഫിയർ എയറിന് വലുപ്പത്തിനനുസരിച്ച് 15 വാട്ടർ മോളിക്യൂൾ കൊള്ളാനുള്ള സ്ഥലം ഇതിനുള്ളിലുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയ സമയത്ത് എത്രയേ ഉള്ളൂ, 10 ഉള്ളൂ. ആ ഒരു റേഷ്യോ ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത. അതായത് 10/15 ഇൻറ്റു
100 ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും? പെർസെൻറ്റേജ് അല്ലെ റേഷ്യോ കിട്ടും. ഓക്കെ, 10/15 × 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ റേഷ്യോ കിട്ടും. അതാണ് ആപേക്ഷിക ആർദ്രത. അപ്പോൾ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ മൊത്തത്തിലുള്ളതിനെ ഹ്യൂമിഡിറ്റി, ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ളതിന് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ കേവല ആർദ്രത. ഈ കേവല ആർദ്രത അതായത് ഒരു അറ്റ്മോസ്ഫിയർ എയറിലുള്ള ഉള്ളതിൻ്റെ അളവും പരമാവധി എത്ര കൊള്ളാൻ പറ്റുന്നുള്ള ആ റേഷ്യോ ഉള്ളത് ബൈ കൊള്ളാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിനൊക്കെ പറയില്ലേ 50 കുട്ടികൾ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ 15 ആളെ വന്നിട്ടുള്ളൂ. ആ റേഷ്യോ പറയുന്ന പോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ എത്ര വാട്ടർ മോളിക്യൂൾ കൊള്ളും പക്ഷേ എത്ര എണ്ണം അതിലുണ്ട്, ആ റേഷ്യോ നമ്മൾ പറയുന്നവരാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമ്മൾ പറഞ്ഞു 15 വാട്ടർ മോളിക്യൂൾ കൊള്ളാനുള്ള അറ്റ്മോസ്ഫിയറിക് എയർ നമ്മൾ പീസിൽ 10 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ തണുപ്പൊക്കെ കൂടി മഴയൊക്കെ പെയ്തപ്പോൾ എന്തായി? 10, 11 ആയി, 11, 12 ആയി, അങ്ങനെ എന്തായി? 15 15 ആയി. വാട്ടർ മോളിക്യൂൾ നിറച്ചും അറ്റ്മോസ്ഫിയറിക് എയർ എടുത്തപ്പോൾ നിറച്ചും വാട്ടർ മോളിക്യൂളാണ്. എയറിൽ നിറച്ചും വാട്ടർ വേപ്പറാണ്. എയറിൽ നിറച്ചും വാട്ടർ വേപ്പർ വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് സാച്ചുറേഷൻ ലെവൽ. അതായത് ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ വേപ്പർ. അറ്റ്മോസ്ഫിയർ നിറച്ചും അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയാണ് എന്ത്? സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ പൂരിതാവസ്ഥ. ഓക്കെയാണ്, പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ. അടുത്ത ഏതോ ഒരു പോയിന്റിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 15 ഈ അറ്റ്മോസ്ഫിയറിക് എയർ മോളിക്യൂൾ എടുത്ത സമയത്ത് 15 വാട്ടർ മോളിക്യൂൾ കൊള്ളാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 10 ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ 11, 12 ആയി. വാട്ടർ മോളിക്യൂൾ എവിടെ നിന്നൊക്കെ വന്ന് ഈ എയർ മുഴുവൻ 15 15 ആയി. ഏതോ ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ 15 15 നിൽക്കും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടിയ വാട്ടർ മോളിക്യൂൾ ഒന്നെങ്കിലും വെള്ളമായി പോകും, അല്ലെങ്കിൽ എന്തായിപ്പോൾ ആവിയായി പോകും ഒക്കെ ചെയ്യൂലേ. അപ്പം ആ ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണോ അറ്റ്മോസ്ഫിയർ നിറച്ചും വാട്ടർ വേപ്പർ നിൽക്കുന്നത് ആ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ പൂരിതാങ്കം. സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ പൂരിതാങ്കം. ഓക്കെയാണ്. 5 വാക്കുകൾ: ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത, 4ാമത് സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ പൂരിതാവസ്ഥ, സാച്ചുറേഷൻ പോയിന്റ് അഥവാ പൂരിതാങ്കം. 5 പോയിന്റും കണക്ട് ചെയ്ത് കിട്ടണം. കിട്ടൂലേ? സെറ്റല്ലേ? അപ്പം ഞാൻ ഒന്നും കിട്ടാത്ത ആൾക്കാർ ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ഒരു പേപ്പർ മെനു എടുത്തിട്ട് അങ്ങ് എഴുതി പഠിച്ചേക്കണം. നല്ലോണം ഓർഡറിൽ അങ്ങ് പഠിച്ചേക്കാം. സിമ്പിൾ സാധനമാണ്. ബൈഹാർട്ട് പഠിക്കാൻ നമ്മൾ കണക്ട് ചെയ്ത് ഓർഡറിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓൾറെഡി ഉള്ള ഇപ്പം മൊത്തത്തിലുള്ളത്, പിന്നെ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ളത്, കൊള്ളാൻ പറ്റുന്നത് തമ്മിലുള്ള റേഷ്യോ, കൊള്ളാൻ പറ്റുന്നതിന് ഫുള്ളും ആയുള്ള അവസ്ഥ, ആ അവസ്ഥയാകുന്ന ടെമ്പറേച്ചർ. അതാണ് എന്ത് നമ്മുടെ ആ 5 പോയിന്റ്. ഹ്യൂമിഡിറ്റിയുമായി റിലേറ്റ് ചെയ്യപ്പെട്ട 5 ടേമും പഠിച്ചു വെക്കണം. റെഡിയാണ്. അടുത്ത് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം. എന്താണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം? ശ്രദ്ധിച്ചോട്ടോ, കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 15 15 ആയി. അറ്റ്മോസ്ഫിയറിക് എയർ എടുത്ത സമയത്ത് നമ്മളെ എയറിൽ 15 വാട്ടർ മോളിക്യൂൾ കൊള്ളാനുള്ള സ്ഥലമുള്ളൂ, അതിൽ 15 എണ്ണമായി. ഈ 15 പിന്നെ ഒന്നുകൂടി വന്ന് എന്താവും? 16 കൊള്ളൂല. ഇതെന്തായി പോവും? ഈ വാട്ടർ വേപ്പർ വെള്ളമായിട്ട് മാറുക. ഈ വാട്ടർ വേപ്പർ എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. അപ്പം പരമാവധി അറ്റ്മോസ്ഫിയർ എയറിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഇത് വെള്ളത്തുള്ളിയായിട്ട് മാറും. അറ്റ്മോസ്ഫിയർ വാട്ടർ വേപ്പർ നിൽക്കുന്നതിന് പരിധിയില്ലേ? അപ്പോൾ എന്താണ് ഈ വാട്ടർ വേപ്പേഴ്സ് വെള്ളത്തുള്ളികൾ അഥവാ വാട്ടർ ഡ്രോപ്സ് അഥവാ ജലകണികളായി മാറുന്ന പരിപാടിയാണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം. കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്സ് ആയി മാറുന്ന, ജലബാഷ്പം ജലത്തുള്ളികളായി മാറുന്ന പ്രതിഭാസമാണ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം. 4 ടൈപ്പ് കണ്ടൻസേഷൻ, ഫോംസ് ഓഫ് കണ്ടൻസേഷൻ 4 ടൈപ്പ്. സിമ്പിളാണ്. 1, 2, 3, 4. ശ്രദ്ധിച്ചോട്ടോ, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പറയാം. തുഷാരം. എന്താ തുഷാരം? നോക്കാം. ഡ്യൂറിങ് നൈറ്റ് the air surface cools down and the atmosphere close to earth surface also cools. The water vapor condenses to form tiny droplets of water. They may cling on the grass tips, leaf blades as well as the cold surface. അമ്പലത്തിലും മദ്രസയിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. വളരെ നേരത്തെ തണുപ്പ് കാലത്തൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെടീൻ്റെ മുകളിലൊക്കെ എന്ത് കാണാം? വെള്ളത്തുള്ളികൾ ഇങ്ങനെ കാണാം. അല്ലെങ്കിൽ ബൈക്കിൻ്റെ മുകളിലൊക്കെ രാത്രി നിർത്തിയിട്ട ബൈക്കിൻ്റെ മുകളിലൊക്കെ സീറ്റിൻ്റെ മുകളിലൊക്കെ എന്തുണ്ടാവും? സീറ്റ് നനഞ്ഞു കിടക്കുന്നുണ്ടാവും. മഴ പെയ്തിട്ടുണ്ടോ? മഴ പെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ രാത്രി സമയത്ത് തണുപ്പ് കൂടിയത് കൊണ്ട് ഈ തണുപ്പ് കൂടിയിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ ടെമ്പറേച്ചർ, ആ സർഫസ് എന്തായി? ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പോൾ ഈ കണ്ടൻസേഷൻ എന്ത് ചെയ്തു? വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറി. അതാണ് തുഷാരം അല്ലെങ്കിൽ എന്താ പറയുക? തുഷാരം അല്ലെങ്കിൽ ഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്തിൻ്റെ സർഫസ് രാത്രി സമയത്ത് തണുക്കുന്ന സമയത്ത് അവിടെയുള്ള വാട്ടർ വേപ്പർ എന്തായാലും മാറുക? എർത്തിൻ്റെ സർഫസ് വാട്ടർ വേപ്പർ എന്തായാലും മാറും? വാട്ടർ ചെറിയ ചെറിയ വെള്ളത്തുള്ളികളായിട്ട് മാറുന്നത് നമ്മൾ പറയുന്ന പേരാണ് ഡ്യൂ അല്ലെങ്കിൽ തുഷാരം. ഓക്കെ, ഡ്യൂ അല്ലെങ്കിൽ തുഷാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണല്ലോ. ഇതേ പരിപാടി ആലോചിച്ച് നോക്കുക. അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് പോകുന്നതെങ്കിൽ ഈ വാട്ടർ വേപ്പർ നേരെ ഐസ് പാളികളായിട്ട് മാറും. നേരെ എന്തായിട്ട് മാറും? ഐസ് പാളികൾ. നിങ്ങൾ ഊട്ടിയിലൊക്കെ കണ്ടില്ലേ? കാറിൻ്റെ മുകളിൽ നിന്നൊക്കെ ഐസ് ചെറിഞ്ഞെടുക്കുന്ന റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്?
ഡ്യൂ ഫ്രോസ്റ്റ് ആണ്, ഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഹിമമായിട്ട് മാറും. അപ്പം ഈ ഹിമവും തുഷാരവും തമ്മിലുള്ള വ്യത്യാസം എന്താ? സർഫസ് ടെമ്പറേച്ചർ നോർമലി തണുത്ത് വരികയാണെങ്കിൽ അപ്പോൾ എന്തായി വാട്ടർ വേപ്പർ ജലത്തുള്ളിയായിട്ട് മാറുന്നത് തുഷാരം അല്ലെങ്കിൽ ഡ്യൂ ആണ്. ഇത് ആ ടെമ്പറേച്ചർ 0°C താഴെ 0° അതിന് താഴെ പോവുകയാണെങ്കിൽ അതെന്തായി മാറും? വെള്ളത്തുള്ളി ആകുന്നതിന് പകരം നേരെ മഞ്ഞ് പരലുകളായി ഐസ് കട്ടകൾ, ചെറിയ ചെറിയ ഐസ് കട്ടകൾ, കുഞ്ഞു കുഞ്ഞു കട്ടകളായിട്ട് മാറും. അത് നമ്മൾ പറയുന്ന പേരാണ് ഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഹിമം എന്ന് പറയുന്നത്. എന്താ വ്യത്യാസം? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഫാൾസ് ബിലോ 0°. അന്തരീക്ഷ താപനില 0°C താഴെയായി കുറയുന്നു. ലോജിക്. നോർമലി തണുക്കുന്നത് തുഷാരം, 0°C താഴെയായി പോയി കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഐസ് കട്ടയായിട്ട് മാറും. അതാണ് ഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഹിമം. പിന്നെ നമുക്ക് പഠിക്കുന്നത് ഫോഗും മിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഫോഗ്, എന്താണ് മിസ്റ്റ്? ഓക്കെ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കുറഞ്ഞു. നമ്മുടെ വാട്ടർ വേപ്പർ എന്തായി? കണ്ടൻസ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾസായി മാറി. ഈ വാട്ടർ മോളിക്യൂൾസ് അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊടി പടലങ്ങളിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കാം. അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിൽ പൊടി പടലങ്ങളിൽ നമ്മുടെ വാട്ടർ വേപ്പർ ഇങ്ങനെ പിടിച്ച് നിൽക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ, നമ്മൾ കോടമഞ്ഞ് കണ്ടില്ലേ? നിങ്ങൾ വയനാട്ടിൽ കോട കയറി എന്ന് പറയുന്ന കേട്ടില്ലേ? ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ വാട്ടർ വേപ്പറൊക്കെ എന്തായി പോകും? ഈ വാട്ടർ വേപ്പർ വാട്ടർ മോളിക്യൂൾസായി മാറി. ഈ വാട്ടർ മോളിക്യൂൾസ്, അറ്റ്മോസ്ഫിയറിക് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? നമ്മൾ ഡസ്റ്റ് പാടി, അറ്റ്മോസ്ഫിയറിൽ കുറേ പൊടിപടലങ്ങളുണ്ടാവും, അതിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. അങ്ങനെ നമുക്കത് ഫോഗായിട്ടും മിസ്റ്റായിട്ടും വന്നത്. വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞും നേർത്ത മൂടൽമഞ്ഞും. എന്താ വ്യത്യാസം? നമ്മൾ കാണാനുള്ള കട്ടി കുറവാണെങ്കിൽ, സിമ്പിളാണെങ്കിൽ അതിന് നമ്മൾ ഫോഗ് എന്ന് പറയും. ഓക്കെ, നേരത്തെ ആണെങ്കിൽ നമ്മൾ മിസ്റ്റ് എന്ന് പറയും. മൂടൽമഞ്ഞ് എന്താണ്? കനത്ത മൂടൽമഞ്ഞാണെങ്കിൽ അതിനെ ഫോഗ് എന്ന് പറയും. നമുക്ക് ചെറിയ വ്യൂ ഒക്കെ കിട്ടുന്നു, കോട വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? മിസ്റ്റാണ്. തീരെ കാണാൻ പറ്റുന്ന നല്ല കട്ട കോടയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് നമ്മൾ ഫോഗ് എന്ന് വിളിക്കും. അതാണ് അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് കൂൾഡ്, ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് ടു ഫോം ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് സസ്പെൻഡഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. ഫോഗ് ഓർ മിസ്റ്റ് ഫോംഡ് ആസ് റിസൾട്ട് ഓഫ് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള താഴ്ന്ന വിധാനങ്ങളിൽ പൊടി പടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. നമ്മുടെ വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സായി മാറും. അറ്റ്മോസ്ഫിയറിലുള്ള ഡ്രോപ്പിൽ എന്താണ്? ഡസ്റ്റ് പൊടിപടലങ്ങളിൽ എന്ത് ചെയ്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കൊരു മൂടൽ മഞ്ഞ് പോലെ തോന്നും. അതാണ് എന്ത്? ഫോഗും മിസ്റ്റും തമ്മിലുള്ളത്. ചെറിയതാണെങ്കിൽ നേരത്തെ മൂടൽമഞ്ഞാണെങ്കിൽ നമുക്ക് വിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിസ്റ്റ് എന്ന് പറയാം. നല്ല കനത്ത മൂടൽമഞ്ഞാണെങ്കിൽ, നല്ല കട്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റാതാണെങ്കിൽ, അൺവിസിബിൾ ആണെങ്കിൽ എന്ത് പറയും? അതിനെ ഫോഗ് എന്ന് പറയും. കാണാൻ പറ്റുന്നത് മിസ്റ്റും, കാണാൻ പറ്റാത്തത് ഫോഗും. നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും. മൂന്നാമത്തെ ക്ലിയർ ആണ്. ഇതേ സെയിം പരിപാടി തന്നെ നമ്മൾ പറഞ്ഞു. അറ്റ്മോസ്ഫിയറിന് താഴത്തുള്ള വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി പൊടിപടലങ്ങൾ ചുറ്റി, അതായത് ഡസ്റ്റിൻ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് അതിന് ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മൂടൽമഞ്ഞ് പോലെ തോന്നും. ഇതേ പരിപാടി മുകളിൽ നടക്കാം, ഹയർ അറ്റ്മോസ്ഫിയറിൽ. ഏത്? വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആവും. ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഈ വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പൊടിപടലങ്ങൾ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കാം നല്ല ഹൈറ്റിൽ. നമുക്ക് ഇവിടെ നോക്കുമ്പം ഈ പൊടിപടലങ്ങളെ നമ്മൾ മേഘങ്ങളായിട്ട് തോന്നും. അതാണ് ക്ലൗഡ്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടൻസേഷൻ അറൗണ്ട് ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. രണ്ടും സെയിം അല്ലേ? ഫോഗും എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. ഇതെന്താണ്? നല്ല ഹൈറ്റിലാണ്. നമ്മുടെ ഹൈറ്റ് കൂടുമ്പം ഹയർ ലെവലിലാണെങ്കിൽ അത് ക്ലൗഡായിട്ട് തോന്നും, മറ്റേ എന്തായി തോന്നും? മൂടൽ മഞ്ഞായിട്ട് തോന്നും. ഓക്കെ ആണ്, റെഡിയാണ്. 4 കണ്ടൻസേഷൻ്റെ ടൈപ്പുകൾ: ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ഫോഗ്, ക്ലൗഡ്. കിട്ടൂലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ക്ലൗഡിൻ്റെ 4 ടൈപ്പ് ക്ലൗഡാണ്. സിമ്പിളാണ്. 4 ടൈപ്പ് ക്ലൗഡ്: സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. എങ്ങനെ പഠിച്ചേക്കാം? സിറസ് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കും, തൂവൽ പോലെ ആയിരിക്കും. തൂവൽ സിറസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് തൂവൽ സിറസ്? സിറസ് മേഘങ്ങൾ എന്തായിരിക്കും? തൂവൽ പോലെ ആയിരിക്കും. തൂവൽ കെട്ടുകൾക്ക് സമാനമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തൂവലൊരു ബന്ധപ്പെട്ട എന്തെങ്കിലും ഫെദർ ലൈക്ക് സ്ട്രക്ചറിനോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ തൂവൽ സിറസ് മേഘങ്ങൾ തൂവൽ പോലെ കാണപ്പെടുന്നുണ്ട്. തൂവൽ പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ കണ്ടില്ലേ? തൂവൽ പോലെ കാണപ്പെടുന്ന സിറസ് മേഘങ്ങൾ വെരി ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഉയർന്ന വിധാനങ്ങളിൽ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് എന്ത് ചെയ്യുക? സിറസ് മേഘങ്ങൾ കാണപ്പെടുക. രണ്ടാമതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് ക്ലൗഡ്. രണ്ടാമതാണ് സ്ട്രാറ്റസ് ലോവർ അറ്റ്മോസ്ഫിയറിലാണ് കാണപ്പെടുക. മറ്റേന്താണ് താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികൾ, തിക്ക് ലെയറായിട്ട്. മറ്റേന്തായാലും തൂവൽ പോലെ ചെറുതായിരുന്നു, തിക്ക് ലെയറായിട്ട് താഴ്ന്നിട്ട് കാണപ്പെടുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഒന്നാമത്തെ എന്തായിരുന്നു? ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഫെദർ ലൈക്ക് ആയിരുന്നു, തിന്നായിട്ടുള്ളതാണ്. ഫെദർ ലൈക്ക് തിന്ന്, വളരെ ചെറിയ
എന്തായിരുന്നു? നേർത്ത മേഘങ്ങളായിരുന്നു സിറസ്, തൂവൽ സിറസ്. രണ്ടാമത്തത് സ്ട്രാറ്റസ്. സ്ട്രാറ്റസ് എന്ന് പറയുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗത്തായിരിക്കും, അതുപോലെ നല്ല കട്ടിയുണ്ടാവും. മൂന്നാമതാണ് ക്യുമുലസ്. ഒറ്റ കോഡ് പറഞ്ഞിട്ട് ക്യുമുലസ് പഞ്ഞിക്കെട്ട് എന്ന് പഠിച്ചു വെക്കുക. ക്യുമുലസ് പഞ്ഞിക്കെട്ട് അങ്ങനെ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? കുറേയൊക്കെ കിട്ടും. ക്യുമുലസ് പഞ്ഞിക്കെട്ടും തൂവൽ സിറസ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും? ബാക്കി കിട്ടും. ഓക്കെ, മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ കിട്ടും. ക്യുമുലസ് പഞ്ഞിക്കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോട്ടൺ വൂൾ ലൈക്ക് സ്ട്രക്ചർ, ഇങ്ങനെ പഞ്ഞി പോലുള്ള സ്ട്രക്ചറിൽ നമ്മൾ പറയുന്ന പേരാണ് ക്യുമുലസ് പഞ്ഞിക്കെട്ട്. ഓക്കെയാണ് ക്യുമുലസ് പഞ്ഞിക്കെട്ട്. ക്യുമുലസ് എന്ന് പറയുമ്പോൾ പഞ്ഞിക്കെട്ട് എന്ന് ഓട്ടോമാറ്റിക്കലി കിട്ടണം. അതാണ് കോട്ടൺ വൂൾ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ ക്യുമുലസ് ക്ലൗഡ്സ്. മാത്രമേ ഉള്ളൂ. നാലാമത് നിംബസ് ക്ലൗഡ്സ്. നിംബസ് കാർമേഘം. ഓർത്ത് വെക്കുക, നിംബസ് കാർമേഘം. നിംബസ് കാർമേഘം എപ്പോഴാണ് ഉണ്ടാവുക? മയക്കല്ലേ. നമ്മൾ ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് നിംബസ് ക്ലൗഡ്സ്, അല്ലെങ്കിൽ താഴ്ന്ന വിധാനം രൂപപ്പെടുത്തി ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പം എന്ത് കിട്ടൂലേ? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. തൂവൽ സിറസ്, എന്താണ്? ക്യുമുലസ് പഞ്ഞിക്കെട്ട് ആൻഡ് നിംബസ് കാർമേഘം. നാലെണ്ണം കണക്ട് ചെയ്ത് കിട്ടണം. ഓക്കെയാണ്, നാലെണ്ണം കിട്ടൂലേ? ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രസിപ്പിറ്റേഷൻ. ലാസ്റ്റ് ടോപ്പിക് പ്രസിപ്പിറ്റേഷനും ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷനും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്സ് ഓഫ് റെയിൻഫോളും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് പ്രസിപ്പിറ്റേഷൻ. എന്താ പ്രസിപ്പിറ്റേഷൻ? As a result of continuous condensation, the size of water droplets within the clouds gradually increase. Condensation നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അതായത് ക്ലൗഡിൻ്റെ അകത്തുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് ഇങ്ങനെ കൂടി വരും. ഒരു പരിധി കൂടുതൽ എന്ത് ചെയ്യാം? അവിടെ ഇങ്ങനെ താങ്ങി നിർത്താൻ പറ്റില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെ താഴോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഒരു പരിധി വരെ ഇങ്ങനെ ക്ലൗഡ്സ് എന്ത് ചെയ്യും? ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും. ഒരു ലിമിറ്റഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് താഴോട്ട് പെയ്യും. അത് നമ്മൾ പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന സംഭവം താഴോട്ട് ഇങ്ങനെ വലിക്കും. നമ്മളെ ക്ലൗഡ് എന്ത് ചെയ്യും? മേഘങ്ങൾ എന്ത് ചെയ്യും? താഴോട്ട് വിടാതെ ഇങ്ങനെ പിടിച്ച് വെക്കും. ഒരു പരിധി കഴിയുമ്പം എന്ത് ചെയ്യും? താങ്ങാൻ പറ്റണമാകുമ്പം നമ്മൾ താഴോട്ട് അങ്ങ് വിടും. എന്തിനെ? വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ താഴോട്ട് വിടും. ദ റേസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് മേ ഫാൾ ഓൺ എർത്ത് ഇൻ വേരിയസ് ഫോംസ്. അങ്ങനെ വിടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പല രീതിയിൽ എന്ത് ചെയ്യും? ഭൂമിയിലെത്തും. ക്ലൗഡ്സ് ഇങ്ങനെ പിടിച്ചു വെക്കും. ക്ലൗഡ്സിൽ എന്ത് ചെയ്യും? കണ്ടൻസേഷൻ ഇങ്ങനെ നടക്കുക. കണ്ടൻസേഷൻ എന്തായാലും വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറുന്ന പരിപാടിയാണ് കണ്ടൻസേഷൻ. ഈ ക്ലൗഡിനുള്ളിൽ ഇങ്ങനെ അടുത്ത വാട്ടർ വേപ്പറൊക്കെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇങ്ങനെ കൂടി വരിക. കുറേയൊക്കെ എന്ത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് നമ്മളെ ക്ലൗഡ് ഇങ്ങനെ പിടിച്ചു വെക്കും. ഒരു പരിധിയോട് കഴിയുമ്പോൾ താഴോട്ട് അങ്ങ് വരും. പല രീതിയിലാണ് എന്ത് ചെയ്യുക? താഴോട്ട് വരിക. ആ താഴോട്ട് വരുന്നത് നമ്മൾ പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികളുടെ വലിപ്പം ഇങ്ങനെ കൂടി വരും. എന്താ? മേഘത്തിൽ ജലകണികൾ വാട്ടർ വേപ്പറൊക്കെ വാട്ടർ ഡ്രോപ്പ് വെള്ളത്തിൽ ജലകണികളായിട്ട് മാറുമ്പോൾ എന്താ? കുറേ കനം കൂടി വരും. ഗുരുത്വാകർഷണം പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുമ്പോൾ ഒരുപാട് വലുതായി ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ജലകണികൾ മേഘത്തിൽ നിന്നും താഴോട്ട് പുറപ്പെടും. പല രീതിയിൽ എന്ത് ചെയ്യും? വരും. അത് നമ്മൾ വിളിക്കും പ്രസിപ്പിറ്റേഷൻ. പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രസിപ്പിറ്റേഷൻ ഉള്ളത്. പ്രധാനമായിട്ടും 3 ടൈപ്പ് പ്രസിപ്പിറ്റേഷനാണ് നമുക്കുള്ളത്. ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. ഒന്ന് റെയിൻഫാൾ. വെള്ളത്തുള്ളിയായിട്ട് താഴോട്ട് വീകുന്നത് നമ്മൾ പറയുന്ന പേരാണ് റെയിൻഫാൾ. വെള്ളത്തുള്ളികളായിട്ട് താഴോട്ട് വീകുന്നതാണ് റെയിൻഫാൾ. ഒന്നാമത്തത് മഴ അല്ലെങ്കിൽ റെയിൻഫാൾ. രണ്ടാമത് സ്നോഫാൾ. ജലത്തുള്ളികളുടെ രൂപത്തിലുള്ള വർഷണമാണ് റെയിൻഫാൾ. രണ്ടാമത് മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ സ്നോഫാൾ. നമ്മൾ താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായി? 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയി കഴിഞ്ഞാൽ ഈ വാട്ടർ വേപ്പർ എന്തായാലും മാറും? ചെറിയ ഐസ് പരലുകളായിട്ട് മാറും. അങ്ങനെ എന്ത് ചെയ്യും? ഐസ് പരലുകളായിട്ട് എന്ത് ചെയ്യുക? താഴോട്ട് വീകും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്നോഫാൾ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെയിം കമ്പാരിസൺ. നോർമലി വെള്ളമായിട്ട് വീകേണ്ടതാണ്. പക്ഷേ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസ് അതിന് താഴെ ആവുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ഈ വെള്ളത്തുള്ളി വാട്ടർ വേപ്പർ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുകയും അങ്ങനെ പെയ്യുകയും ചെയ്യുന്നു. അതാണ് സ്നോഫാൾ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഫാൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകുന്ന പ്രദേശങ്ങളിൽ നമുക്കിവിടെ മഞ്ഞ് പെയ്യാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് മുകളിലാണ്. നമ്മുടെ ഓരോ സ്ഥലം പോളാർ ഏരിയാസിലൊക്കെ തണുത്ത മഞ്ഞുമലകളൊക്കെ മുകളിൽ ലഡാക്കിലും എവറസ്റ്റിലൊക്കെ മഞ്ഞ് പെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹിമാചലിലൊക്കെ മഞ്ഞ് പെയ്യുന്നുണ്ട്. അവിടെ ചില സമയങ്ങളിൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് താഴോട്ട് പോകും. അപ്പോൾ അവിടെ മഴ പെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? വെള്ളത്തിന് പകരം മഞ്ഞ് കട്ടകളായിട്ട് ഇത് പെയ്യും. അതാണ് സ്നോഫാൾ. The temperature in these such places precipitation occurs in the form of tiny crystals of ice. തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളും ശൈത്യകാലത്ത് മിതോഷ്ണ മേഖലകളിലും എന്ത് ചെയ്യും? 0 ഡിഗ്രി സെൽഷ്യസ് താഴെയാകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? സ്നോഫാൾ ഉണ്ടാകും. ഒന്നാമത്തത് 3 ടൈപ്പ് പ്രസിപ്പിറ്റേഷൻ വർഷണം. ഒന്ന് മഴ ജലത്തുള്ളികളുടെ രൂപത്തിൽ. രണ്ടാമത്തത് എന്ത് ചെയ്യും? ഐസ് ക്രിസ്റ്റൽസിൻ്റെ രൂപത്തിൽ പെയ്യുകയാണെങ്കിൽ മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ എന്ത് പറയും? സ്നോഫാൾ എന്ന് വിളിക്കും. മൂന്നാമത്തത്
ആലിപ്പായ വീഴ്ച അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആലിപ്പായം വീണു പത്രത്തിലേക്ക് വാർത്തകൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ആലിപ്പായ വീഴ്ച അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺസ്? ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞു മുകളിൽ നിന്ന് മേഘം കുറേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആക്കി അതിന് പിടിച്ചു വെക്കാൻ കഴിയാണ്ടപ്പോൾ താഴോട്ട് വീണുപോയി. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മുകളിൽ നിന്ന് താഴത്തെത്തുന്നതിനിടയ്ക്ക് പിന്നെയും കണ്ടൻസേഷൻ, കാരണം വെച്ചാൽ ഓൾറെഡി കണ്ടൻസേഷൻ നടന്നാണ്. ആ വാട്ടർ വേപ്പർ പിന്നെ എന്ത് ചെയ്യുക, അങ്ങനെ കുറേ കണ്ടൻസേഷൻ ചെയ്യും. പിന്നെ അതിനുള്ളിലുള്ള ചെറിയ വാട്ടർ വേപ്പർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കുക. അങ്ങനെ കണ്ടിന്യൂസ് കണ്ടൻസേഷൻ നടക്കുന്നത് എന്ത് ചെയ്യും, താഴെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഐസ് പെല്ലറ്റ് പോലത്തെ രൂപത്തിലാവും. The water droplets released from the clouds are subjected to repeated condensation. ആ വാക്ക് കിട്ടണുണ്ടോ? ആവർത്തിച്ചുള്ള ഘനീകരണം. മുകളിൽ നിന്ന് ക്ലൗഡിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളി കണ്ടിന്യൂസ് കണ്ടൻസേഷൻ, ആവർത്തിച്ചുള്ള ഘനീഭവനത്തിന് വിധേയമാകുമ്പോൾ അണ്ടർ കണ്ടിന്യൂസ് കണ്ടൻസേഷൻ എന്തായിട്ട് മാറും? അത് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ഓക്കെ, ഐസ് പെല്ലറ്റ്സ് ആയിട്ട് മാറും. അഥവാ ഐസ് കുഞ്ഞു ഐസ് കഷ്ണങ്ങളായി മാറും. ഇത് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും നടക്കുമോ? കാരണം വളരെ റെയറായിട്ട് നടക്കുള്ളൂ. കാരണം ഓൾറെഡി ഒന്നുകിൽ ഐസോ അല്ലെങ്കിൽ മഞ്ഞായിട്ടോ അല്ല ചെയ്യുക. ഇത് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ വളരെ റെയറായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആലിപ്പായ വീഴ്ച വളരെ റെയറായിട്ട് നമ്മൾ കാണാറുള്ളൂ. അതുകൊണ്ട് എന്തെന്നാ എങ്ങനെയാണെന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ പഠിച്ചു വെക്കുക, വെള്ളത്തുള്ളി പിന്നെയും കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണത്തിന് വിധേയമാവും. എന്ത് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കൂടിയും വാട്ടർ വേപ്പറും മോളിക്യൂൾസിന് അളവൊക്കെ ആ വാട്ടർ വേപ്പർ തന്നെ പിന്നെയും കൂടിയൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഇതേ പരിപാടി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ന പ്രോസസ്സ് കണ്ടിന്യൂ വരുന്ന വഴിക്ക് പിന്നെയും നടക്കുമ്പോണ്ടാവും അത് താഴെ നമ്മൾക്ക് ഒരു ഐസ് കട്ട പോലെ ആയിട്ട് ഇങ്ങ് മാറും. അങ്ങനെ പെയ്യുന്നതാണ് എന്ത്, ആലിപ്പായ വീഴ്ച അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺസ്. ഓക്കെ, 3 ടൈപ്പാണ്. ഇതൊക്കെ റെയിന് അഥവാ മഴ, സ്നോഫാൾ അഥവാ മഞ്ഞ് വീഴ്ച, മൂന്നാമത് ആലിപ്പായ വീഴ്ച. വ്യത്യാസം കിട്ടിയല്ലോ, വെള്ളത്തുള്ളിയായിട്ട് വരിക. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആവുന്ന പ്രദേശങ്ങളിൽ മഞ്ഞുകട്ടയായിട്ട് വീകും, അത് സ്നോഫാൾ. ഇനി വരുന്ന വഴിക്ക് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ, ആവർത്തിച്ചുള്ള ഘനീകരണം നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് താഴെ നമ്മൾക്ക് ഒരു ഐസ് കട്ടയായിട്ട് ഐസ് പെല്ലറ്റായിട്ട് മാറും. അതാണ് ആലിപ്പായ വീഴ്ച അല്ലെങ്കിൽ എന്താ മഞ്ഞ് കട്ടകളായിട്ട് വീകും ആലിപ്പായ വീഴ്ച അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺസ് വിളിക്കും. ഞാൻ പിന്നെയും പറഞ്ഞു, ഇത് നോർമൽ കണ്ടീഷൻ അല്ല, വല്ലപ്പോഴും വളരെ റെയറായിട്ട് എവിടെയെങ്കിലൊക്കെ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ടൈപ്സ് ഓഫ് റെയിൻഫാൾ, മഴയുടെ 3 രൂപം. മഴ പെയ്യുന്നത് 3 രീതിയിലാണ്. ടൈപ്സ് ഓഫ് റെയിൻഫാൾ: ഓറോഗ്രാഫിക് റെയിൻഫാൾ അഥവാ പർവ്വതമഴ, കൺവെക്ഷണൽ റെയിൻഫാൾ അഥവാ സംവഹനമഴ, സൈക്ലോണിക് റെയിൻഫാൾ അല്ലെങ്കിൽ ചക്രവാത മഴ. ചക്രമഴ വാക്കണ്ടായിരുന്നു. ചക്രവാത വൃഷ്ടി കേട്ടോ മലയാളത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മഴക്ക് കൊടുത്ത്. ഓക്കെ, നോക്കാം. ഒന്നാമത്തത് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് നോക്കാം. പർവ്വതമഴ എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ? ലാസ്റ്റ് 3 ടോപ്പിക്കാണ്. ചാപ്റ്റർ ഫുള്ളും ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ലെങ്തി ആണ്. ചിലപ്പോൾ 2 പാർട്ടായിട്ടൊക്കെ ഉണ്ടാവുക. നല്ലോണം ഫുള്ളും കണ്ടു തീർക്കുക. എന്ത് ചെയ്യുക, ഇപ്പം ലാസ്റ്റ് ടോപ്പിക്ക് പർവ്വതമഴ എന്ന് പറയുമ്പം എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ? നമ്മുടെ കടലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദ സീ എൻ്റർ ദ ലാൻഡ് ആൻഡ് വിൽ ബി റൈസ്ഡ് അലോങ് ദി മൗണ്ടൻ സ്ലോപ്പ്. ഇവിടെ കടലാണ്. കടലിൽ നിന്ന് മോയ്സ്ചർ അടങ്ങിയ വിൻഡ് ഇങ്ങനെ വരും. വിൻഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുകളിലെത്തുമ്പോൾ എന്ത് കുറയും, ടെമ്പറേച്ചർ കുറയും. ഈ വാട്ടർ വേപ്പർ ഉള്ള വിൻഡ് എന്തായി മാറും, കണ്ടൻസേഷൻ നടന്നിട്ട് അവിടെ തന്നെ മഴയായിട്ട് പെയ്യും. ഓക്കെ, ആലോചിച്ചോ, ഒരു പർവ്വതമുണ്ട്. പർവ്വതത്തിൻ്റെ അടുത്തേക്ക് നീരാവി പൂരിതമായ വായു, അതായത് മോയ്സ്ചർ കണ്ടെയ്ൻ ചെയ്യുന്ന എയർ കടലിൽ നിന്ന് ഇങ്ങനെ വരും. കടലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പർവ്വതം ഇങ്ങനെ കയറി മുകളിലെത്തുമ്പോൾ എന്തായി, ടെമ്പറേച്ചർ ഒക്കെ കുറവാവില്ല. മുകളിലെത്തുമ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താവും, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കണ്ടൻസേഷൻ നടന്നിട്ട് അവിടെ തന്നെ അങ്ങ് മഴ പെയ്യും. ഒരു സൈഡിൽ കൂടി പർവ്വതത്തിൻ്റെ അഥവാ മൗണ്ടൻ ഒരു സൈഡിൽ കൂടി വന്നാണ് അവിടുന്ന് കണ്ടൻസേഷൻ നടന്ന് അവിടെ തന്നെ മഴ പെയ്യും. അതാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ പർവ്വതമഴ. ഓക്കെ, This leads to the condensation and formation of rain clouds along the windward slope of mountain. ഏത് സൈഡിൽ നിന്നാണോ വിൻഡ് വന്നത്, ഏത് സൈഡിൽ നിന്നാണോ കാറ്റ് വന്നത്, ആ സൈഡിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം നടന്നുകൊണ്ട് എന്ത് ചെയ്യും, ഘനീകരണം നടന്നിട്ട് മഴമേഘങ്ങൾ രൂപീകരിക്കുകയും അവിടെ മഴ ഉണ്ടാകുകയും ചെയ്യും. അതാണ് പർവ്വതമഴ അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫാൾ. ഇത് 3ഉം ഒരേ സാധനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ മഴ പെയ്താൽ ഇവിടെ ഈ റീജിയനിലെ മഴ ഒന്നും കിട്ടാതെ എല്ലാ പ്രാവശ്യവും വിൻഡ് ഇവിടം വരെ വരും, ഇവിടെ മഴ പെയ്യും. വിൻഡ് ഇങ്ങനെ വരും, ഹൈറ്റ് കൂടുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് കണ്ടൻസേഷൻ നടന്നിട്ട് അവിടെ മഴ പെയ്യും. ഒരു സമയത്തും വിൻഡ് വരാത്ത നമ്മുടെ ഈ സൈഡ് നമ്മുടെ ഈ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ സൈഡിലെ അവിടെ മഴ പെയ്യോ? ഇല്ല. കാരണം ഇവിടെ തുമ്പേക്ക് മഴ പെയ്തു പോവും, ഇവിടെ തുമ്പേക്ക് എന്ത് പെയ്തു പോവും, ഇവിടെ തുമ്പേക്ക് മഴ പെയ്തു പോവും.
ഇവിടെ മഴ തീരെ കിട്ടില്ല. ഈ മഴ കിട്ടാത്ത റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ മഴ നീല പ്രദേശം. വൈൽ ദ windward slopes of the mountain get plenty of the rainfall, the descending dry air make the leeward side rainless. എന്താ പറഞ്ഞാൽ മഴ ലഭിക്കുകയും സാധ്യത നൽകുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുകയില്ല. കാരണം എന്താ ആലോചിക്കുക, ഒരു വാട്ടർ വേപ്പറുമായിട്ട് ഒരു വിൻഡിങ്ങിന് വരും, ഇവിടെ എത്തുമ്പോൾ കണ്ടൻസേഷൻ നടക്കും, എന്നിട്ട് ആ മഴ മുഴുവൻ എന്ത് ചെയ്യും ഇവിടെ അങ്ങ് പെയ്യും. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ വരണ്ട കാറ്റല്ലേ പോവുള്ളൂ, ഡ്രൈ കാറ്റല്ലേ. വാട്ടർ പേപ്പർ മുഴുവൻ ഇവിടെ മഴയായിട്ട് പെയ്തു പോയില്ലേ, വാട്ടർ പേപ്പർ മുഴുവനും എവിടെ മഴയായിട്ട് പെയ്തു പോയി, ഈ സൈഡിൽ മഴയായിട്ട് പെയ്തു പോയി, ഈ സൈഡിൽ മഴയായിട്ട് പെയ്തു പോയി. ഇവിടെ എത്തുമ്പോൾ ഡ്രൈ വിൻഡായിരിക്കും, അഥവാ വരണ്ട കാറ്റായിരിക്കും. ഇവിടെ എന്ത് കിട്ടൂല, മഴ കിട്ടൂല. ഈ റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ മഴ നീയൽ പ്രദേശങ്ങൾ. ഓക്കെയാണ്. അപ്പം പർവ്വത മഴയും റെയിൻ ഷാഡോ റീജിയനും കിട്ടി. എന്താണ് പർവ്വത മഴ, എന്താണ് റെയിൻ ഷാഡോ റീജിയൻ. രണ്ടാമത്തത് മഴനീയൽ പ്രദേശങ്ങൾ. അത് ഒരു സൈഡ് കാറ്റിൻ്റെ സൈഡിൽ മഴ കിട്ടും, മറ്റേ സൈഡിൽ എന്താവും വരണ്ട കാറ്റാണ് വരിക, അതുകൊണ്ട് അവിടെ മഴ കിട്ടൂല. രണ്ടാമത് കൺവെക്ഷണൽ റെയിൻഫാൾ. നമ്മൾ പറഞ്ഞു കൺവെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എയർ അല്ലെങ്കിൽ ഹീറ്റ് അല്ലെ വാട്ടർ റൈസ് ചെയ്ത് പോകുന്നത്, സാധനം ചൂടായിട്ട് റൈസ് ചെയ്ത് പോകുന്നത് നമ്മൾ പറയുന്ന പേരാണ് കൺവെക്ഷൻ അഥവാ സംവഹനം. എന്താ സംവഹന പ്രക്രിയയിലാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. എന്താണ് ചിത്രം കണ്ടോ, നമ്മുടെ കടലിൽ നിന്നെയും ലാൻഡൊക്കെ വാട്ടർ എന്ത് ചെയ്യും, ചൂട് കാരണം എന്ത് ചെയ്യും, റൈസ് ചെയ്ത് പോകും. ചൂട് കാരണം വാട്ടർ വേപ്പർ റൈസ് ചെയ്ത് പോകും. മുകളിലെത്തുമ്പോൾ ചൂട് കുറയും, അവിടെ നിന്ന് കണ്ടൻസേഷൻ നടക്കും, അഥവാ ഘനീകരണം നടക്കും. മുകളിലെത്തുമ്പം ഘനീകരണം നടക്കും, അവിടെ തന്നെ എന്ത് ചെയ്യും, മഴ പെയ്യും. ഇതാണ് സംവഹന വൃഷ്ടി അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിൻഫാൾ. ആലോചിച്ച് നോക്കുക, കടലിലും അതിന് തൊട്ടുപുറത്തുള്ള വാട്ടർ പുഴകളിലും നദികളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വാട്ടർ സോഴ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, വാട്ടർ വേപ്പർ ചൂട് കാരണം റൈസ് ചെയ്ത് പോകും ഉച്ചയ്ക്ക് ശേഷം. ഇത് കൂടുതലായിട്ട് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം. കാരണം ഉച്ചയ്ക്ക് ശേഷം നല്ല പീക്ക് ചൂടാകുന്ന സമയത്ത് അവിടെയുള്ള വെള്ളം നീരാവിയായിട്ട് മേലോട്ട് പോകും. നീരാവിയായിട്ട് മേലോട്ട് പോകുന്ന വെള്ളം വാട്ടർ വേപ്പർ മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യും, കണ്ടൻസേഷൻ അഥവാ ഘനീകരണം നടക്കും. എന്നിട്ട് അവിടെ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മഴയായിട്ട് പെയ്യുകയും ചെയ്യും. അങ്ങനെ പെയ്യുന്ന റെയിൻഫാൾ ആണ് സംവഹന വൃഷ്ടി അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിൻഫാൾ. ഇത് കൂടുതലും ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, 4 o'clock റെയിൻ അല്ലെങ്കിൽ 4 മണി മഴ എന്നും വിളിക്കുന്നു. 4 o'clock റെയിൻ അല്ലെങ്കിൽ 4 മണി മഴ എന്നും വിളിക്കുന്നു. അപ്പോൾ സൈക്ലോണിക് റെയിൻ 4 o'clock റെയിൻ അല്ലെങ്കിൽ 4 മണി മഴ എന്ന് വിളിക്കുന്ന ഏത് മഴയാണ്, കൺവെക്ഷണൽ റെയിൻഫാൾ അല്ലെങ്കിൽ സംവഹന മഴയാണ്. ഓക്കെയാണ്. അപ്പം പർവ്വതമായ ഓറോഗ്രാഫിക് റെയിൻഫാൾ അഥവാ റിലീഫ് റെയിൻഫാൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ നേരെ മഴ കിട്ടാത്ത സൈഡ് റെയിൻ ഷാഡോ റീജിയൻ മഴ നീയൽ പ്രദേശം പറഞ്ഞു. സംവഹന മഴ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു, സംവഹന വൃഷ്ടി നമ്മൾ പറഞ്ഞു, കൺവെക്ഷണൽ റെയിൻഫാൾ നമ്മൾ പറഞ്ഞു. അതേ സ്ഥലത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഇതേ നമ്മൾ 4 മണി മഴ എന്നും വിളിക്കും. കാരണം ഇത് കൂടുതലും ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയാകുമ്പോൾ നല്ല പീക്ക് ചൂട് വരും, വാട്ടർ വേപ്പർ കടലിൽ നിന്നൊക്കെ വെള്ളം നീരാവിയായിട്ട് മേലോട്ട് പോകും, മുകളിലെത്തുമ്പോൾ കണ്ടൻസേഷൻ നടക്കും, അത് മഴയായിട്ട് അവിടെ തന്നെ പെയ്യും, അല്ലെ അതിന് തൊട്ടുപുറത്തെ സ്ഥലങ്ങളിൽ പെയ്യും. ആ മഴയാണ് സംവഹന മഴ അഥവാ 4 o'clock റെയിൻ. ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്നത് കൊണ്ട് 4 o'clock റെയിൻ എന്നും വിളിക്കുന്നു. ലാസ്റ്റ് ടോപ്പിക് നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സൈക്ലോണിക് റെയിൻഫാൾ. നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറഞ്ഞു, നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസ് അല്ലെങ്കിൽ മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ പറഞ്ഞു ഒരു കോൾഡ് വാം എയറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത്, കോൾഡ് എയറും വാം എയറും മീറ്റ് ചെയ്യുന്ന സമയത്താണ് സൈക്ലോണിക് റെയിൻഫാൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇതേപോലെ കോൾഡ് എയറും വാം എയറും മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡെൻസിറ്റി കുറഞ്ഞ വാം എയർ റൈസ് ചെയ്ത് പോകും. കോൾഡ് എയർ ഇവിടുന്ന് വരും, കോൾഡ് എയർ അഥവാ ശീതവായു ഇവിടുന്ന് വരും. ഇവിടുന്ന് എന്ത് വരും, വാം എയർ വരും അഥവാ ഉഷ്ണവായു വരും. ശീതവായു ഇവിടുന്നും ഉഷ്ണവായു ഇവിടുന്ന്. ഇവിടെ വന്ന് ഇങ്ങനെ കൂട്ടിമുടുന്ന സമയത്ത് ഈ ഉഷ്ണവായു എന്ത് ചെയ്യും, മേലോട്ട് പോകും. കനം കുറവ് ഉഷ്ണവായു ചൂടുവായുവിനായിരിക്കും, ഇത് മേലോട്ട് പോകും. ഓക്കെ, ഇത് മേലോട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഈ മുകളിലെത്തിയിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് കണ്ടൻസേഷൻ നടന്നിട്ട് മുകളിലെത്തി കണ്ടൻസേഷൻ നടന്ന് അത് അവിടെ മഴയായിട്ട് പെയ്യും. അതാണ് എന്ത് സൈക്ലോണിക് റെയിൻഫാൾ അല്ലെങ്കിൽ ചക്രവാത മഴ, ചക്രവാത വൃഷ്ടി. സൈക്ലോണിക് സിസ്റ്റം വേർ വാം ആൻഡ് കോൾഡ് എയർ മീറ്റ്, ദ വാം എയർ വിൽ ബി റൈസ്ഡ് അപ് ടു കോസ് കണ്ടൻസേഷൻ ആൻഡ് റെയിൻഫാൾ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ലോജിക്ക് ബൈ ഹാർട്ട് പഠിക്കാതെ സാധനം വെച്ച് പഠിക്കാം. കോൾഡ് എയറും വാം എയറും, ശീതവായും ഉഷ്ണവായും വരുന്നു, ഉഷ്ണവായു മേലോട്ട് റൈസ് ചെയ്ത് പോകും. കൂട്ടിമുട്ടി ഒരാൾ മേലോട്ട് അങ്ങ് തെറിച്ചു പോയി, അങ്ങനെ ആലോചിക്കാം. ശീതവായുവിന് കനം കുറവായതുകൊണ്ടാണ് അങ്ങനെ പോയത്, ഉഷ്ണവായുവിന് കനം കുറവായതുകൊണ്ടാണ് പോകുന്നത്. വാമേർ റൈസ് ചെയ്ത് പോയി, വാമേർ മുകളിലെത്തി. അതിൽ വാട്ടർ വേപ്പർ ഉണ്ടാവുമല്ലോ, ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്തു, അവിടെ നിന്ന് കണ്ടൻസ് ചെയ്തിട്ട് താഴോട്ട് മഴയായിട്ട് പെയ്തു. അതാണ് സൈക്ലോണിക് റെയിൻഫാൾ അഥവാ ചക്രവാത വൃഷ്ടി. അപ്പം എന്ത് ചെയ്തു, ഈ രണ്ട് സ്ഥലങ്ങൾ കൂട്ടിമുട്ടിയിലെ വാമേറിനെയും കോൾഡ് എയറും മാസം നമ്മൾ എന്താ പഠിക്കാം, ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ വാം ആൻഡ് കോൾഡ് എയർ മാസ് ആർ കോൾഡ് നോൺ ആസ് ഫ്രണ്ട്. അത് വാം ഫ്രണ്ടും കോൾഡ് ഫ്രണ്ടും ഈ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് വാതമുഖം അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാം. ഈ രണ്ട് വായും രണ്ട് എയറും കോൾഡ് എയറും വാം എയറും മീറ്റ് ചെയ്യുന്നത് ഇതാണ് വാതമുഖം അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാം. അവിടെ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേഷനുള്ള റെയിൻഫാൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഫ്രണ്ടൽ റെയിൻഫാൾ അല്ലെങ്കിൽ
വാതമുഖ മഴ എന്നും പറയും. ഈ കോൾഡ് എയറും വാം എയറും ഉഷ്ണവായും ശീതവായും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട്സ് അഥവാ ഫ്രണ്ടുകൾ. കോൾഡ് ഫ്രണ്ട്, വാം ഫ്രണ്ട്. അപ്പം രണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലം ഫ്രണ്ട് എന്ന് പറയും. അവിടെ അത് കാരണം അതിനാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വാതമുഖ മഴ അല്ലെങ്കിൽ ഫ്രണ്ടൽ റെയിൻഫാൾ എന്ന് വിളിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് റെയിൻഫാൾ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൈക്ലോണിക് റെയിൻഫാൾ, ഓക്കെ. രണ്ടാമത്തെ ഓറോഗ്രാഫിക് റെയിൻഫാൾ. ആദ്യം ഓറോഗ്രാഫിക് റെയിൻഫാൾ, പിന്നെ കൺവെക്ഷണൽ റെയിൻഫാൾ, പിന്നെ സൈക്ലോണിക്. ഓക്കെയാണ്. പർവ്വതമഴയും സംവഹന വൃഷ്ടിയും അതുപോലെ മൂന്നാമത് ചക്രവാത വൃഷ്ടിയും. 3 പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ്. ചാപ്റ്റർ ഫുള്ളും ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. എന്ത് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫുള്ളും റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, നോട്ട് എഴുതിയെടുക്കുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. ഫുള്ളായിട്ട് കേൾക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് വേണേൽ കേൾക്കുക, കട്ട് ചെയ്യരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.